അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. പ്രിയപ്പെട്ടവരെ, ഇന്ന് ഞങ്ങളെ വിശിഷ്ടാതിഥി, ഞങ്ങളെ ഏറ്റവും താഴേക്കോടിന്റെ ഏറ്റവും സുപ്രധാനമായ ഒരു സംരംഭമാണ് നമ്മുടെ ഈ സമൂഹത്തിന് ഏറ്റവും ഉയർന്ന നിലയിലുള്ള വിദ്യാർത്ഥി സമൂഹത്തെ വാർത്തെടുക്കുക എന്നുള്ളത്. അതിൽ മുഖ്യ പങ്കുവഹിക്കുന്ന ഒരു സ്ഥാപനം എന്നുള്ള നിലക്ക് PTM ഹൈസ്കൂളിന്റെ ഹയർ സെക്കൻഡറി സ്കൂളിൻ്റെയൊക്കെ മാനേജിംഗ് പാർട്ണർ ബഹുമാനായ നാലകത്ത് അബു മാസ്റ്ററാണ് ഇന്ന് നമ്മോടൊപ്പം ഉള്ളത്. ഞങ്ങളുടെ താഴേക്കോട് യൂണിറ്റ് പുറത്തിറക്കുന്ന 4 പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകത്തിലേക്ക് അത് പൂർണ്ണമാകണമെങ്കിൽ നമ്മുടെ ഏറ്റവും ശ്രദ്ധേയമായി നമ്മുടെ താഴേക്കോട് പഞ്ചായത്തിലും അതുപോലെ തന്നെ നമ്മുടെ പഞ്ചായത്തിന്റെ വിവിധ മേഖലകൾ പെരിന്തൽമണ്ണയിൽ നിന്നടക്കം വന്ന് നമ്മുടെ സ്കൂളുമായി ബന്ധപ്പെട്ടൊക്കെ പഠിതാക്കള് 5ാം ക്ലാസ് തൊട്ട് 12ാം ക്ലാസ് വരെയുള്ള ഒരു വിദ്യാഭ്യാസ സ്ഥാപനത്തിൽ ഒരുപാട് ആയിരക്കണക്കിന് വിദ്യാർത്ഥിനികൾ ഇവിടെ നിന്ന് പഠിച്ച് ഇറങ്ങി നല്ലൊരു വിദ്യാലയം എന്നുള്ള നിലയ്ക്ക് ഖ്യാതി നേടിയ നമ്മുടെ PTM ഹൈസ്കൂളും അതുപോലെ ഹയർ സെക്കൻഡറി സ്കൂളും അത് കൃത്യമായി തന്നെ ഞങ്ങളുടെ ഈ ചരിത്ര പുസ്തകത്തിലേക്ക് അതിൻ്റെ കൂടി ഒരു കയ്യൊപ്പ് ചേർത്താൻ അത് കൃത്യമായും അതിന് യോഗ്യമായ ഒരു വ്യക്തി എന്നുള്ള നിലക്ക് തന്നെ മാനേജിംഗ് പാർട്ണറായ പ്രിയങ്കരനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി നാലകത്ത് സൂപ്പി സാഹിബിന്റെ സഹോദരൻ കൂടിയായ ബഹുമാന്യനായ അബു മാസ്റ്റർ ഇന്നത്തെ ഞങ്ങളുടെ വീഡിയോയിൽ ഞങ്ങൾക്ക് ലഭിച്ചത് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും സ്വാഗതവും ആശംസിച്ചുകൊണ്ട് ഈ ഇന്നത്തെ വീഡിയോയിൽ നമ്മളെ ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട ചരിത്രങ്ങൾ ഞങ്ങൾ അദ്ദേഹം അത് കൃത്യമായി പറഞ്ഞു തരും എന്നുള്ള പ്രതീക്ഷയിൽ തന്നെ അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ വളരെ ബഹുമാനത്തോടെ ഈ പരിപാടിയിലേക്ക് സ്വാഗതം ചെയ്യുകയാണ്. ഞങ്ങളുടെ വീഡിയോയിൽ ഇന്ന് പ്രിയങ്കരനായ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി ഓമുക്കുട്ടി കാരാട്ടിലും അതുപോലെ തന്നെ യൂണിറ്റിന്റെ ഒരു മെമ്പർ ബഹുമാനായ പാക്കത്ത് റഷീദ് അടക്കമുള്ളവർ ഇന്നത്തെ ഈ വീഡിയോയിൽ അനുഗമിക്കുന്നുണ്ട്. പ്രിയങ്കരനായ ജനറൽ സെക്രട്ടറി അദ്ദേഹത്തെ വളരെ സ്നേഹത്തോടെ ഒന്നുകൂടി സ്വാഗതം ചെയ്തുകൊണ്ട് നമ്മൾ അദ്ദേഹത്തെ ഈ പരിപാടിയിലേക്ക് ക്ഷണിക്കുന്നു. പ്രിയപ്പെട്ടവരെ, PTM HS എന്ന നമ്മുടെ ഈ താഴെക്കോട്ടുള്ള വിദ്യാഭ്യാസ സ്ഥാപനം എന്ന് പറഞ്ഞാൽ അത് നമ്മുടെ താഴെക്കോടിൻ്റെ ഒരു മഹനീയമായ സ്ഥാപനമാണ്. എന്ന് വെച്ചാൽ 3000-ൽ പരം കുട്ടികൾ വിദ്യാഭ്യാസം നേടുന്ന 5 മുതൽ പ്രൈമറി ക്ലാസ് മുതൽ സെക്കൻഡറി ക്ലാസ് വരെ അത് ഏറ്റവും ഭംഗിയായി കൊണ്ട് നടക്കുന്ന സ്ഥാപനമാണ് നമ്മളെ PTM HS എന്നുള്ളത്. അതിൽ 29 വർഷം അധ്യാപകനായിട്ട് ഉത്തരവാദിത്തത്തോടുകൂടെ ആ ചുമതല ഏറ്റെടുത്ത വ്യക്തിയും മാത്രമല്ല ആ സ്ഥാപനത്തിൻ്റെ മാനേജിംഗ് പാർട്ട്ണറും. ഇന്ന് ഒറ്റ വാക്കിൽ പറയാം, ആ സ്ഥാപനത്തിൻ്റെ വർക്കിംഗ് മാനേജറും എന്ന് പറഞ്ഞ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെട്ടിട്ട് ഏറ്റവും ഭംഗിയായി കൊണ്ടുപോയി നടക്കുന്ന ആളെന്നുള്ള രീതിയിലും ഇന്നത്തെ തലമുറക്ക് നമ്മളത് പറയേണ്ട ആവശ്യമൊന്നുമില്ല. വരും തലമുറക്കാണ് നമ്മളിത് പറയുന്നത്. ഈ മഹനീയ വ്യക്തിയുടെ സാന്നിധ്യം നമ്മൾ കിട്ടിയെന്ന് പറഞ്ഞാൽ അതൊരു വല്ലാത്ത അനുഗ്രഹമാണെന്നാണ് എനിക്ക് പറയാനുള്ളത്. അപ്പം അതുകൊണ്ട് ഈ അബുമാഷ്, ഞാൻ അബുമാഷ് എന്നാണ് വിളിക്കുക, അബൂബക്കർ എന്ന് പറയും, എൻ്റെ തൊട്ട അയൽവാസിയാണ്. അപ്പോൾ ഞാൻ അബുമാഷിനെ ഇതിലേക്ക് ഹാർദവമായിട്ട് സ്വാഗതം ചെയ്യുന്നു. പക്ഷേ നമ്മളെ നമ്മളെ ചരിത്ര പുസ്തകം 4 പതിറ്റാണ്ടിന്റെ ചരിത്ര പുസ്തകം ഇറക്കുക. അപ്പോൾ അതിൽ നിങ്ങളെ അഭിപ്രായം പറഞ്ഞിട്ട് നമ്മൾ വിഷയത്തിലേക്ക് കടക്കാം. എനിക്ക് പറയാനുള്ളത്, താഴെക്കോട് മേഖലാ യൂണിറ്റിൻ്റെ വ്യാപാരി വ്യവസായ ഏകോപന സമിതി താഴെക്കോട് 4 പതിറ്റാണ്ടിൻ്റെ ചരിത്രം എന്ന് പറയുന്ന പുസ്തകം ഇറക്കുന്നത് വളരെ സ്വാഗതാർഹമായിട്ടുള്ള, വളരെ ശ്ലാഘനീയമായിട്ടുള്ള ഒരു കാര്യമാണുള്ളത്. കാരണം താഴെക്കോടിൻ്റെ ചരിത്രം ഈ വ്യാപാരി വ്യവസായ യൂണിറ്റ് മുൻകൈയെടുത്ത് നടത്തുമ്പോൾ ഒരുപാട് മേഖലകളെ ടച്ച് ചെയ്യേണ്ട ഒരു കാര്യമാണ്. ഈ ഒരു സംരംഭത്തിന് മുൻകൈയെടുത്തിട്ടുള്ളത് ഒന്ന് നമ്മുടെ ഈ മേഖലാ യൂണിറ്റിൻ്റെ പ്രസിഡന്റ് അഷ്റഫ്, മറ്റൊന്ന് എൻ്റെ അയൽവാസിയും സുഹൃത്തും അതുപോലെ MGS നാരായണനെ പോലെയും KKN കുറുപ്പിനെ പോലെയൊക്കെ ചരിത്രാന്വേഷണത്തിൽ വളരെ മുന്നിട്ട് നിൽക്കുന്ന മമ്മുവാണ്. അദ്ദേഹത്തെക്കുറിച്ച് പറയുകയാണെങ്കിൽ ഒരു പ്രൈമറി വിദ്യാഭ്യാസമുള്ള ആളാണെങ്കിലും വായനയിലൂടെ ഒരു ലോകം കീഴടക്കിയിട്ടുള്ള വ്യക്തിയാണ്. അറിവിൻ്റെ എല്ലാ മേഖലയും ടച്ച് ചെയ്തിട്ടുള്ള ഒരു വ്യക്തിയാണ്. അഷ്റഫ് എന്ന് പറയുന്നത് വാക്കുകൊണ്ട് മലകളെ മറിച്ചിടാൻ കഴിവുള്ള ഒരു പ്രഗത്ഭനായിട്ടുള്ള വ്യക്തിയാണ്.
അവർ മുൻകൈ എടുത്ത് നടത്തുന്ന ഈ ഇൻ്റർവ്യൂവിൽ ഇത് കൂടാതെ പങ്കെടുത്തിട്ടുള്ള ഞങ്ങളുടെ സുഹൃത്തും അതുപോലെ വളരെ ഈ നാട്ടിൽ അറിയപ്പെടുന്ന ഒരു വ്യക്തിയുമായിട്ടുള്ള റഷീദ് പാക്കത്ത് എന്ന് പറയുന്ന ആളാണ്. ഏതായാലും നിങ്ങൾ ഈ നടത്തുന്ന ഈ ഇൻ്റർവ്യൂവിൽ എനിക്കറിയാവുന്ന താഴെക്കോടിൻ്റെ ചരിത്രം അല്ലെങ്കിൽ ഈ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള കാര്യങ്ങൾ പറയാൻ എനിക്കതിയായ സന്തോഷമുണ്ട്. ഏതായാലും മാഷ് പിന്നെ എന്ത് സ്കൂളിൽ നിന്ന് റിട്ടയർഡ് ആയപ്പോൾ ഏത് പോസ്റ്റിലാണ് നിങ്ങൾ റിട്ടയർഡ് ആയത്? ഞാൻ 29 കൊല്ലം 29 വർഷം 28 വർഷം 9 മാസം ഏതാനും ദിവസം 29 വർഷം എന്ന് പറയാം. ഞാൻ ആദ്യം സ്കൂളിൽ ഒരു ക്ലർക്ക് പോസ്റ്റിലാണ് കയറിയത്. അത് പിന്നെ ഔദ്യോഗികമായിട്ട് അത് ഞാനൊരു 3-4 മാസം നിന്നിട്ട് ഒഴിവാക്കിയിട്ട് പോയിട്ട് പിന്നീട് അധ്യാപകനായിട്ട് തിരിച്ചു വന്ന് ഏകദേശം 29 വർഷം ജോലി ചെയ്തു. ഒരു ഡെപ്യൂട്ടി HM ആയിട്ടാണ് സ്കൂളിൽ നിന്ന് അവസാനം റിട്ടയർഡ് ആയി പോകുന്നത്. ചേർന്ന വർഷം ഞാൻ ചേർന്നത് 1989. നമ്മളെ സ്കൂള് പിന്നെ സ്കൂളിന്റെ തുടക്കത്തെ കുറിച്ച് മാഷൊന്ന് അങ്ങോട്ടൊന്ന്. നമ്മളെ സ്കൂളിന്റെ തുടക്കം എന്ന് പറയുമ്പോൾ താഴെക്കോട് മേഖലയുടെ ഒരു ചരിത്രം പറയുകയാണെങ്കിൽ നമുക്കൊക്കെ അറിയുന്നത് പോലെ സ്ത്രീ വിദ്യാഭ്യാസത്തിൽ വളരെ പിന്നോക്കം നിൽക്കുന്ന താഴെക്കോട്. അതുപോലെ പിന്നെ ഈ ഒരു പിന്നോക്കാവസ്ഥ താഴെക്കോട് മേഖലയിൽ വളരെ വ്യക്തമായിട്ട് കണ്ടിരുന്നു. സ്ത്രീ വിദ്യാഭ്യാസത്തിനും പൊതുവെ പറയുകയാണെങ്കിൽ വിദ്യാഭ്യാസത്തിൽ മേഖലയുടെ എല്ലാ ഭാഗവും ഇപ്പോൾ സ്ത്രീ വിദ്യാഭ്യാസം മാത്രമല്ല പുരുഷ വിദ്യാഭ്യാസന്മാരടക്കം ഒരു കാലഘട്ടത്തിൽ പ്രൈമറി വിദ്യാഭ്യാസം കഴിഞ്ഞാൽ പഠനം നിർത്തിയെന്നൊരവസ്ഥയാണ്. അല്ലെങ്കിൽ തുടർ വിദ്യാഭ്യാസത്തിൽ പോകുന്നത് സാമ്പത്തികമായിട്ട് മുന്നേറ്റുന്ന വീടുകളിലുള്ള ആളുകൾ മാത്രമല്ല. അതിന് കാരണം നമ്മുടെ താഴെക്കോട് LP സ്കൂൾ ഏകദേശം 112-113 വർഷം പഴക്കമുള്ള സ്കൂളിലാണ് ഇവിടുത്തെ കാരണന്മാർ ഉൾപ്പെടെ നമ്മൾ ഈ തലമുടിപ്പെട്ട ആളുകളൊക്കെ പ്രൈമറി വിദ്യാഭ്യാസം താഴെക്കോട് മേഖലകളിൽ ചെയ്തിട്ടുള്ളത്. അത് കഴിഞ്ഞാൽ തുടർ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് തൊട്ടടുത്തുള്ള പൂവത്താടി സ്കൂള് ഒക്കെയാണ്. അവിടേക്കൊക്കെ പോയിരുന്ന ആളുകൾ വളരെ ചുരുക്കം ഉണ്ടായിരുന്നുള്ളൂ. പിന്നെ ഈ സമീപ പ്രദേശത്തുള്ള പിന്നെ LP സ്കൂളിലെ കുട്ടികൾ എന്ന് പറയുന്നതും ഈ താഴെക്കോടിൻ്റെ ഈ ഭാഗത്തുള്ള ആളുകൾ എന്ന് പറയുന്നത് ഈ കാത്തുമുഖം പിന്നെ മുതിരമണ്ണ ഈ ഭാഗത്തെ സ്കൂളിൽ നിന്ന് ആളുകളാണ്. അവർക്കും ശരിക്കും തുടർ വിദ്യാഭ്യാസത്തിന് പോകണമെങ്കിൽ പൂവത്താടി സ്കൂൾ മാത്രമേ ഉണ്ടായിട്ടുണ്ട്. പക്ഷെ അന്നത്തെ ഒരു കാലഘട്ടം എന്ന് പറഞ്ഞാൽ കൃഷിയെ ആശ്രയിച്ച് ജീവിച്ചിരുന്ന ആളുകളാണ്. പിന്നെ ഗൾഫ് പുരോഗതി എന്ന് പറയുന്നത് ശരിക്കും എത്തിയിട്ടില്ല. ഒരു ഗൾഫ് ഭൂമിയിലേക്ക് നമ്മൾ എത്തുന്നതിന് മുമ്പ് പ്രൈമറി വിദ്യാഭ്യാസത്തോടു കൂടി ആളുകളുടെ വിദ്യാഭ്യാസം ഒരു നിശ്ചലാവസ്ഥയിലാകുന്ന ഒരു കാലഘട്ടം. മാഷി പറഞ്ഞതിന്റെ പോയിന്റ് എന്താ അറിയോ? അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണം ഞാനാണ്. കാരണം പ്രൈമറി വിദ്യാഭ്യാസം മാത്രമേ എനിക്ക് കിട്ടിയിട്ടുള്ളൂ. നിങ്ങള് തുടർച്ചക്ക് അന്ന് സ്കൂൾ ഇവിടെ ഇല്ല. തുടർച്ചക്ക് സ്കൂളുണ്ട്. സ്റ്റാർട്ട് ചെയ്തിട്ടില്ല. ഈ സ്കൂൾ സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്താണ് എൻ്റെ വിദ്യാഭ്യാസം അവസാനിപ്പിച്ചത്. അതായത് അന്ന് എന്റെ സാമ്പത്തികം അങ്ങനെ ആയിരുന്നു. കാലഘട്ടം മാഷ് സൂചിപ്പിച്ചല്ലോ. അപ്പൊ ഏത് വർഷത്തിലാണ് നമ്മള് സ്റ്റാർട്ട് ചെയ്യുന്നത്? അതായത് പറയാൻ തുടങ്ങിയത് നമ്മള് ഈ താഴെക്കോട് സ്കൂൾ ഇവിടെ അതായത് UP സ്കൂൾ എന്നുള്ളത് എങ്ങനെയാണ് ഒരു അനിവാര്യ ഘടകമായി വന്നു അതാണ് പറഞ്ഞത്. അപ്പൊ നമ്മുടെ നാട്ടിലൊരു വലിയ പ്രശ്നമായിട്ട് മാറിയിരുന്നു. ഒരു UP സ്കൂൾ അവിടെ വേണം, തുടർ വിദ്യാഭ്യാസത്തിന്റെ സ്കൂൾ വേണമെന്നുള്ളത് നാട്ടിലൊരു പൊതുവികാരം. എല്ലാ ആളുകളും കക്ഷി രാഷ്ട്രീയ ഭേദമന്യ കാര്യത്തിൽ മുന്നിട്ടിറങ്ങി. പക്ഷെ അന്നൊരു സ്കൂള് ഏറ്റെടുത്ത് നടക്കുക അല്ലെങ്കിൽ സ്കൂൾ കൊണ്ടുവരിക എന്നുള്ള കാര്യത്തിൽ പിന്നെ ആര് മുൻകൈ എടുക്കാന്ന് വെച്ചാൽ ആരും മുന്നിലേക്ക് വരാണ്ടാണില്ല. കാരണം അത് വലിയ സാമ്പത്തിക ബാധ്യതയുള്ള ഒരു വിഷയത്തിൽ സെക്യൂർ. അങ്ങനെ ആ ഒരു സാഹചര്യം നോക്കുമ്പോൾ അതിന് സാമ്പത്തികം മാത്രമായിരുന്നു, സ്ഥല സൗകര്യം ഒരു പ്രശ്നമായിരുന്നു. ഇത് രണ്ടും കൂടി ഏകദേശം ഒത്തിണങ്ങിയ ഒരു സ്ഥലം എന്ന് പറയുന്നത് നമ്മുടെ കാപ്പറമ്പിലുള്ള ഈ സ്ഥലം, ഈ പ്രോപ്പർട്ടി. അതേറെ ചർച്ച വന്നപ്പോൾ അത് ഒരു അർത്ഥത്തിൽ പറയുകയാണെങ്കിൽ അന്നത്തെ പൊതുരംഗത്ത് പ്രവർത്തിക്കുന്ന ആളായിരുന്നു എൻ്റെ ജ്യേഷ്ഠൻ സൂഫിയാക്കാരാണ്. അതുപോലെ നമ്മളെ നാട്ടിലെ വിവിധ പാർട്ടികളിലെ ആളുകളും ഒക്കെ മുൻകൈ എടുത്ത് ആ സ്കൂള് താഴെക്കോടിൻ്റെ ഏതെങ്കിലും വേറെ ഏതെങ്കിലും ഭാഗത്തേക്ക് പോകുന്ന സ്കൂള് അത് താഴെക്കോട് UP സ്കൂൾ എന്നുള്ള കാപ്പറമ്പിലോ അല്ലെങ്കിൽ പള്ളിപ്പടിയിലോ കേന്ദ്രീകരിച്ച് വേണമെന്നുള്ള അഭിപ്രായക്കാരുണ്ട്. അപ്പൊ അതിന് ഏറ്റവും അനുയോജ്യമായ സ്ഥലം എന്ന് പറയുന്നത് ഒരു നാഷണൽ ഹൈവേ ആയിട്ടില്ല, വളരെ പ്രധാനപ്പെട്ട പാലക്കാട് കോഴിക്കോട് ബന്ധപ്പെടുന്ന വളരെ ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ പറ്റിയ സ്ഥലം എന്ന നിലക്ക്
കാപ്പുറമ്പാണ് അതിന് ഏറ്റവും യോജിപ്പെന്നുള്ള സ്ഥലം വന്നപ്പോൾ ഈ ഒരു ഉത്തരവാദിത്വം ഞങ്ങളെ വാപ്പയുടെ പേര് വന്നു. വാപ്പാന്റെ പേരൊന്നും ഇവിടെ നാലകത്ത് മൊയ്തീൻ എന്ന് പറഞ്ഞ ആള് നാലകത്ത് മൊയ്തീൻ. അങ്ങനെ അത് നാട്ടിലെ എല്ലാ ആളുകളും അതിന് പൂർണ്ണമായി പിന്തുണ കൊടുക്കും. അതിൽ ഏറ്റവും കൂടുതൽ മുൻകൈ എടുത്ത് പ്രവർത്തിച്ച് ഞങ്ങളുടെ ജ്യേഷ്ഠൻ തന്നെയാണ് എന്ന് പറഞ്ഞ ആളാണ്. പിന്നെ അതുപോലെ ഇവിടെയുള്ള എല്ലാ കക്ഷി രാഷ്ട്രീയ ഭേദമെന്നില്ല എല്ലാവരും പൂർണ്ണ പിന്തുണ അതിന് കൊടുത്തിട്ടുണ്ട്. അങ്ങനെ ആ സ്കൂൾ യാഥാർത്ഥ്യമായപ്പോൾ അതിന് ഒരു വരും എന്നുള്ളൊരു ഘട്ടത്തിലെത്തിയപ്പോൾ റോഡൊരു വിഷയമായിരുന്നു. അപ്പോൾ റോഡ് വിഷയമായപ്പോൾ ഇവിടെ കാപ്പുറമ്പിലുള്ള MP മുഹമ്മദ് അലി അജി എന്ന് പറയുന്ന മൗലവി എന്ന് പറയുന്ന, അതായത് പറളി കോളേജിൻ്റെ പ്രിൻസിപ്പളായിരുന്നു അദ്ദേഹം അതിന് വളരെ താല്പര്യം എടുത്തു. അങ്ങനെ സ്കൂൾ വന്നിട്ടുണ്ടെങ്കിൽ ഞാൻ അതിനുള്ള റോഡിൻ്റെ കാര്യത്തിൽ എനിക്ക് കഴിയുന്നത് ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് അയാളും ഞങ്ങളെ വാപ്പിയുമായിട്ട് ചർച്ച നടത്തി പൈസ കൊടുത്തിട്ടാണെങ്കിലും ആ റോഡിലുള്ള സ്ഥലം അവർ റോഡില്ലാത്തതുകൊണ്ട് ഒരു പ്രശ്നമായി നിന്നില്ല. അങ്ങനെ ആ റോഡും അവിടെ യാഥാർത്ഥ്യമായി. അപ്പോൾ ഈ വിഷയം പിന്നെ വലിയ ചർച്ചകൾ വന്നപ്പോൾ പിന്നെ അത് ഏത് ഭാഗത്ത് എങ്ങനെ തുടങ്ങണം എന്നുള്ളതൊക്കെ അഭിപ്രായങ്ങളുണ്ട്. ഇപ്പം അപ്പുറമ്പി തുടങ്ങുകയാണെങ്കിൽ അത് ഏതൊക്കെ വിധത്തിൽ ആളുകൾക്ക് ബന്ധപ്പെടാൻ പറ്റിയ സ്ഥലം എന്നുള്ളതൊക്കെ, പിന്നെ പ്രത്യേകിച്ച് റോഡ് സൗകര്യം മാത്രം പോരല്ലോ, സ്കൂളിൻ്റെ ഉള്ളിൽ ആ കോമ്പൗണ്ടിൽ കയറുമ്പോൾ വെള്ളം വേണം, മറ്റുള്ള കെട്ടിടങ്ങൾ ഉണ്ടാക്കാനുള്ള സ്ഥല സൗകര്യം വേണം. ഇതൊക്കെ നോക്കിയപ്പോൾ ആദ്യം കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉള്ള സ്ഥലം കുറവായിരുന്നു. അപ്പം ഞങ്ങൾ തന്നെ തറവാട് അതിൻ്റെ തൊട്ടടുത്തിരുന്നു. ഞങ്ങളത് മാറി താമസിക്കാമെന്ന് തീരുമാനിച്ചിട്ട് സ്കൂളിന് ആവശ്യമായ ഒരു 2 ചില്ലാൻ ഏക്കർ സ്ഥലം പ്ലോട്ടാക്കി അതിനു വേണ്ടി മാറ്റി ഞങ്ങൾ മറ്റൊരു ഭാഗത്തേക്ക് താമസം മാറി. അതോടുകൂടി ആ സ്ഥലത്തിൻ്റെ പ്രശ്നം, റോഡിൻ്റെ പ്രശ്നം തീർന്നു. അവിടെ വെള്ളം ഉണ്ടെന്ന് കണ്ടപ്പോൾ സ്കൂളിൽ നിന്നുള്ളൊരു കോൺസെപ്റ്റിലേക്ക് വന്നു. പിന്നെ അതിന് മുൻകൈ എടുത്തിയിൽ ഒരു പ്രധാനപ്പെട്ട ഒരു വ്യക്തി അന്നത്തെ KK തങ്ങളും MLA അന്നത്തെ MLA അദ്ദേഹമാണ്. പിന്നെ CH മുഹമ്മദ് കോയ സാഹിബ് എന്ന് പറഞ്ഞ ആള്, അദ്ദേഹം ആ ഘട്ടത്തിൽ തുടക്കത്തിൽ പിന്നെ അദ്ദേഹം വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. പിന്നീട് അദ്ദേഹം MP ആയിട്ട് ലോക്സഭയിലേക്ക് മത്സരിച്ച് കുറച്ചു കാലം കഴിയുന്നതിന് മുമ്പ് തന്നെ അത് ചാക്കീരി മുഹമ്മദ് കുട്ടി പറഞ്ഞ ആള് വിദ്യാഭ്യാസ മന്ത്രിയായിരുന്നു. ആ ഒരു ഘട്ടത്തിലാണ് നമ്മുടെ ചാക്കീരിയുടെ മന്ത്രി ആയിരുന്ന ആ കാലഘട്ടത്തിലാണ് ഈ സ്കൂള് ഉദ്ഘാടനം ചെയ്തിട്ടുള്ളത്. അതിന്റെ ഉദ്ഘാടകൻ എന്ന് പറയുന്നത് CH മുഹമ്മദ് കോയി, അധ്യക്ഷൻ എന്ന് പറയുന്നത് KK തങ്ങളും, അതുപോലെ അതിന്റെ പൗരപ്രമുഖരായിട്ടുള്ള നമ്മുടെ നാട്ടിലെ ആളുകളൊക്കെ കൂടി യാഥാർത്ഥ്യമാക്കി. അന്ന് പിന്നെ സ്കൂളിന്റെ മാനേജർ വാപ്പല്ലേ? അതെ, ഞങ്ങളെ പിതാവായിട്ട് നാടകത്തിന് പിന്നെ മാനേജർ. അത് വർഷം 1976 ജൂൺ 1 സ്കൂൾ വന്നത്. അപ്പൊ മറ്റേ സ്കൂളിന്റെ ആരംഭം ജൂൺ 1 തന്നെയാണ് ആരംഭിച്ചത്. സാധാരണ നമ്മളെ പഠിത്തം വർഷാരംഭം ജൂൺ 1 ജൂൺ 1 തന്നെ 1976 ജൂൺ 1. അപ്പൊ പിന്നെ 48 വർഷം എനിക്ക് 1976 എന്റെ ഡേറ്റ് ഓഫ് ബർത്ത്. 48 വർഷമായി എന്നുള്ളതാണ്. 48 വർഷം കഴിഞ്ഞിട്ടുണ്ടാവും. 49 അതിന്റെ ഏജാണ് സ്കൂളിന്റെ. ഞാൻ പറഞ്ഞതല്ല. ഇപ്പൊ ഈ സംസാര വിഷയത്തില് CH സാഹിബിനെ പറ്റിയിട്ട് സാഹിബിനെ പറ്റിയിട്ട് മാസം ഒന്ന് പരാമർശിച്ചല്ലോ. അപ്പൊ അതിന് ഏറ്റവും വലിയൊരു പ്രധാനമുണ്ട്. CH മുഹമ്മദ് സാഹിബ് എന്ന് പറഞ്ഞാല് മൂപ്പര് പറഞ്ഞൊരു വാക്കുണ്ട്. അതെന്താണ്? നിങ്ങൾ പഠിക്കണം. ആര് പഠിക്കണം? കുട്ടികൾ, പെൺകുട്ടികൾ പഠിക്കണം. സ്ത്രീ വിദ്യാഭ്യാസം വലിയ ഊന്നൽ നൽകിയ നേതാവായിരുന്നു. സ്കോളർഷിപ്പ് മുസ്ലിം പെൺകുട്ടികൾക്ക് പഠിക്കാൻ സ്കോളർഷിപ്പ് അനുവദിച്ച ഒരു വ്യക്തിത്വമായിരുന്നു. അവിടെ ഞാൻ ഒരു ചെറിയ പ്രതിഷേധമുണ്ട്. മുസ്ലിം പെൺകുട്ടികൾ എന്നല്ല മൂപ്പര് പറഞ്ഞത്, വിദ്യാർത്ഥിനികൾക്ക് സ്ത്രീ വിദ്യാഭ്യാസത്തിന്. അതിൽ മുസ്ലിങ്ങൾ ഉണ്ടാവും, എല്ലാതും ഉണ്ടാവും. അവിടെയാണ് CHന്റെ ഒരു പ്രഗത്ഭനായ വ്യക്തിത്വം എന്നുള്ളത്. അതായത് നമുക്ക് കഴിഞ്ഞ ചർച്ചകളാകുമ്പോൾ ഇതുപോലുള്ള ചർച്ചകളാണ് കൃത്യമായി ആ പോയിന്റ് ക്ലിയർ ചെയ്ത് വരുള്ളൂ. അത് നമുക്ക് സൂചിപ്പിച്ച വളരെ നന്നായി. പിന്നെ സ്കൂൾ തുടങ്ങുമ്പോൾ എന്റെ ഓർമ്മ ശരിയാണെങ്കിൽ 6 or 7 അധ്യാപകരും 149 വിദ്യാർത്ഥികൾ കുട്ടികളുള്ളൂ. വിദ്യാർത്ഥികൾ 5ാം ക്ലാസ് സ്കൂൾ തുടങ്ങി. 5ാം ക്ലാസ് സ്റ്റാർട്ട് ചെയ്യുമ്പോൾ 149. അത് ഒരു ഒറ്റ ബിൽഡിങ്ങിൽ. പിന്നത്തെ വർഷം അതിന്റെ ഈ പിന്നെ കിഴക്ക് ഭാഗത്തൊരു ബിൽഡിങ്, അങ്ങനെ 2 ബിൽഡിങ്ങാണ് വന്നത് സ്റ്റാർട്ടിങ്. പിന്നീട് ഓടിട്ട ബിൽഡിംഗ് തന്നെ. ഓടിട്ട ബിൽഡിംഗ് ആണ്. SLC ബാച്ച് 1
ആദ്യത്തെ SLC ബാച്ചിൽ തന്നെ 78 കുട്ടികളൊക്കെ ഉള്ളൂ. അത് ഇവിടെ തന്നെ പഠനം കഴിഞ്ഞ് ഇങ്ങനെ വന്ന് ആ SSLC ബാച്ച് തുടങ്ങിയ ഹൈസ്കൂൾ തുടങ്ങിയ വർഷം ഓർമ്മ 79 കാലഘട്ടത്തിലാണ് ഹൈസ്കൂൾ വരുന്നത്. അപ്പൊ 3 വർഷം കഴിഞ്ഞേക്ക് വന്നിട്ടുണ്ട്. തുടർന്ന് ഈ സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് അങ്ങനെ ഹൈസ്കൂളായി. ഹൈസ്കൂൾ ആവുന്ന ഏകദേശം ആ ഒരു ഘട്ടത്തിൽ 80 ഞങ്ങളെ ഫാദർ മരിച്ചു. അപ്പൊ ഈ പുതിയ മാനേജറായിട്ട് പിന്നെ നാലത്തെ മാനു അല്ലെങ്കിൽ മുഹമ്മദ് എന്ന മാനുജി അന്ന് ചാർജ് ഏറ്റെടുത്താണ്. ഇപ്പൊ ഒരുപക്ഷെ മലപ്പുറം ജില്ലയിലെ തന്നെ ഏറ്റവും സീനിയർ ഏറ്റവും കൂടുതൽ വലിയ സീനിയർ ഒരു മാനേജർ എന്നുള്ള പദവിയിൽ ഇരുന്നു കൊണ്ട് സ്കൂൾ ഇത്ര നയിക്കുന്ന ഒരാള് അപൂർവം ഉണ്ടാവും. ഏതാണ്ട് അരനൂറ്റാണ്ട് ഇപ്പൊ ആയി. ഇപ്പൊ സ്കൂളിന്റെ ആകെ പ്രായത്തിൽ ഒരു 3-4 വർഷം വെച്ചാല് മുഴുവൻ കാലഘട്ടം. അപ്പൊ 45 വർഷത്തിന് മുകളിലായി നിലവിൽ മാനേജറായിട്ട് നിങ്ങളെ പിന്നെ സഹോദരൻ മാനുവാജി തുടരുന്നു എന്നുള്ളതാണ് വളരെ സന്തോഷം. കാരണം ഇത്രയും ഒരു സീനിയർ ആയിട്ടുള്ള ഒരാള് മാനേജറായിട്ട് നമ്മുടെ അറിവിൽ ഇല്ല എന്നുള്ളതാണ് എൻ്റെ ഒരു ഓർമ്മ ശരിയാണെങ്കിൽ. ഏതായാലും അപ്പൊ പിന്നെ ഈ 5ാം ക്ലാസ്സിൽ പഠിച്ച് 7ാം ക്ലാസ് പൂർത്തിയാകുന്നതോടെ തന്നെ ഹൈസ്കൂളായിട്ട് അപ്ഗ്രേഡ് ചെയ്തു. പിന്നെ 80 സ്റ്റാർട്ട് ചെയ്തു. അപ്പൊ പിന്നീടുള്ള പിന്നെ നമ്മുടെ മറ്റേ പിന്നെ ഹയർ സെക്കൻഡറിയുടെ ഒരു വന്ന ഒരു വർഷം SLC ബാച്ച് പറയുന്നത് പിന്നെ 1982-ലാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ആദ്യത്തെ ബാച്ചിൽ 38 കുട്ടികൾ വിജയിച്ചിട്ടുണ്ട്. ആ ബാച്ചിൽ ആരെങ്കിലും ഇപ്പൊ നിലവിൽ നമുക്ക് പറയാൻ പറ്റുന്ന ആരെങ്കിലും? ആദ്യത്തെ ബാച്ച് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കൂളിലെ ഫസ്റ്റ് സ്റ്റുഡന്റ് എന്ന് പറയുന്നത് VM മുസ്തഫ. അഡ്മിഷൻ നമ്പർ 1 VM മുസ്തഫ. നിലവിലിപ്പോ നമ്മളെ ചിക്കൻ കച്ചവടമൊക്കെ ബന്ധപ്പെട്ട് ഏറ്റവും വലിയ ഹയസ്റ്റ് ആയിട്ട് നിൽക്കുന്ന VM മുസ്തഫയാണ് സ്റ്റാർട്ടിങ്. കച്ചവടത്തിലൂടെ അതായത് സ്വയം തൊഴിൽ കണ്ടെത്തുന്ന ഒരു പദ്ധതി 10ാം ക്ലാസ് പാസ്സായവർക്ക് കൊടുത്തു. ആ പദ്ധതിയിൽ ആ ലോൺ എടുത്ത് നല്ല അത് വിജയകരമായി ലോൺ ഉപയോഗിച്ച് നല്ല ഒരു വളർന്നൊരു കോഴി അതാണ് മൂലധനം. വ്യവസായ വകുപ്പ് പിന്നെ 10ാം ക്ലാസ് പാസ്സായ സ്വയം തൊഴിൽ കണ്ടെത്താനുള്ള ലോൺ കൊടുത്തു. ആ ലോൺ ശരിക്കും ഉപയോഗിച്ചിട്ട് കോഴി കർഷകനായി തുടക്കം കുറിച്ചതാണ്. അന്നത്തെ കാലഘട്ടത്തിൽ പിന്നെ 10ാം ക്ലാസിന്റെ ഒരു വിജയിച്ച ഒരു അവർക്ക് നൽകുന്ന വ്യവസായ വകുപ്പ് നൽകുന്ന ഒരു തൊഴിൽ പദ്ധതിയുമായി ബന്ധപ്പെട്ടിട്ട് വന്നതാണ്. നമ്മളെ ഒന്നാമത്തെ സ്റ്റുഡന്റ് എന്ന് പറയുന്നത് നല്ല ജീവിതത്തിൽ വിജയകരമായ ഒരു വ്യക്തി തീർച്ചയായും എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. ഇന്ന് VM മുസ്തഫ എന്ന് പറഞ്ഞ വലിയൊരു ബഹുമുഖ വ്യവസായ പ്രമുഖൻ എന്നൊക്കെ നമുക്ക് സൂചിപ്പിക്കാം. ഒരു പ്രധാനപ്പെട്ട വ്യക്തി, താഴെപ്പെട്ട ഒരു പ്രധാനപ്പെട്ട വ്യക്തിയാണ്. ആദ്യ പിന്നെ വിദ്യാർത്ഥി എന്നുള്ളത് വളരെ പിന്നെ ആശാവരമാണ്. 10ാം ക്ലാസിന്റെ വിദ്യാഭ്യാസ മേഖല. പിന്നെ നമുക്ക് ഹയർ സെക്കൻഡറി സ്റ്റാർട്ടിങ്ങിന്റെ ഒരു ഓർമ്മ മാഷിക്ക് എങ്ങനെ? ഹയർ സെക്കൻഡറി നമ്മള് 2000-ലാണ് തുടങ്ങുന്നത്. 2000 നമുക്ക് തുടങ്ങുമ്പോൾ 2 സയൻസ് ബാച്ചും ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ചും ആണ്. പിന്നെ ഒരു ഹ്യൂമാനിറ്റീസ് ബാച്ച് 1, സയൻസ് 2 ഉണ്ടായിരുന്നു. അതാണ് സ്റ്റാർട്ടിങ്. കൊല്ലം 80. അപ്പൊ ഹൈസ്കൂൾ തുടങ്ങിയ ടൈമിൽ തന്നെ തുടങ്ങിയിട്ടുണ്ട്. 2000 അതാ പറഞ്ഞു. 80 ഹൈസ്കൂള്, 2000 ഹയർ സെക്കൻഡറി സ്റ്റാർട്ടിങ് ആണ്. 2 സയൻസ്, 2 ഹ്യൂമാനിറ്റീസ്, ഒരു കൊമേഴ്സ് ബാച്ച്, അങ്ങനെ 5 ബാച്ചാണ്. ഇപ്പൊ 5 ബാച്ച് നിലവിലുണ്ട് ഹയർ സെക്കൻഡറിയിൽ. ഹൈസ്കൂളിൽ ഏകദേശം ഒരു 2200 കുട്ടികളോളം. ഹൈസ്കൂളില് UP ഹൈസ്കൂളും കൂടി UP ഹൈസ്കൂളും സ്കൂൾ സെക്ഷൻ UP ഹൈസ്കൂളും കൂടി സെക്ഷന് 3400. പിന്നെ ഹയർ സെക്കൻഡറിയിൽ ഒരു 600 കുട്ടികൾ, 4000 ചില്ലാനം കുട്ടികൾ നമ്മുടെ സ്കൂളിലുണ്ടാവും. 4000-ന് മുകളിൽ കുട്ടികൾ നിലവിൽ പഠിച്ചുകൊണ്ടിരിക്കുന്നത്. പിന്നെ അതിലൊരു 90 പിന്നെ ഹൈസ്കൂൾ വിഭാഗത്തിലും ഒരു 25ഓളം 90 ഏകദേശം 125ഓളം നിലവിൽ അധ്യാപകർ ജോലി ചെയ്യുന്നുണ്ട്. പിന്നെ ഹയർ സെക്കൻഡറി സ്കൂളായിട്ട് ജോലി ചെയ്യുന്നുണ്ട്. 125ഓളം.
പിന്നെ അവിടെ ഇപ്പൊ നമ്മളെന്താ പറയുന്നത് വെച്ചാൽ ഈ വർഷാവർഷം ഞങ്ങൾ കാണുന്ന എന്താ വെച്ചാൽ നമ്മൾ പിന്നെ 4 ഭാഗത്തുള്ള സ്കൂളുകളും ഹയർ സെക്കൻഡറി വിദ്യാഭ്യാസ മേഖലയൊക്കെ കണക്കിലെടുത്ത് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ പിന്നെ വിദ്യാഭ്യാസ മേഖല ഫുൾ A+കളും മറ്റും വിദ്യാഭ്യാസ പുരോഗതി ഏറ്റവും നല്ല ഒരു ഉയർന്ന വിദ്യാഭ്യാസം എന്നുള്ള നിലയ്ക്ക് PTM ഹൈസ്കൂൾ എന്നും ഉയർന്നു നിൽക്കുന്നു എന്നുള്ളത് നമുക്ക് സോഷ്യൽ മാധ്യമങ്ങളിലും മറ്റവിടെ ഫ്ലക്സുകളിലും ഒക്കെ കൃത്യമായി അതിനെ അപ്ഗ്രേഡ് ചെയ്തതുകൊണ്ട് നല്ലൊരു മുന്നേറ്റം ഉള്ളത് കൊണ്ട് തന്നെ ഇപ്പൊ നിലവിൽ ഏത് ഭാഗത്തു നിന്നൊക്കെ വിദ്യാർത്ഥികൾ വരുന്നുണ്ട് ഏകദേശം. നമ്മളൊരു പിന്നെ ഫീഡിങ് ഏരിയ എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ കുഞ്ഞാർച്ച തൊട്ടിട്ട് പിന്നെ നമ്മുടെ നാട്ടുകലിൻ്റെ ഉള്ളിലുള്ള കുട്ടികളൊക്കെ വരുന്നുണ്ട്, നിലവിൽ വരുന്നുണ്ട്. പിന്നെ അരപ്പറമ്പ് അങ്ങനെ പിന്നെ ആലിപ്പറമ്പ് വാഴങ്കട ഭാഗങ്ങള് ഒക്കെ ഇപ്പോഴും നിലവിൽ വന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അപ്പൊ വിദ്യാഭ്യാസത്തിന്റെ ആ ഒരു സ്ഥാപനത്തിന്റെ പുരോഗതിയുമായി ബന്ധപ്പെട്ടിട്ട് തന്നെയാണ് പൊന്നോർച്ചി തൊട്ട് ഹൈവേ നോക്കുകയാണെങ്കിൽ നാട്ടുകല്ല് വരെ, അതുപോലെ തന്നെ ആലിപ്പറമ്പ് പിന്നെ അരക്കുറമ്പ് മേഖലയിൽ നിന്ന്, അതുപോലെ തന്നെ പിന്നെ വാഴങ്കട തൂത ആ മേഖലയിൽ നിന്നൊക്കെ ഇത്ര ഇപ്പോഴും ഈ സ്കൂളിനെ ആശ്രയിക്കുന്നു എന്ന് പറയുന്നത് ആ സ്കൂളിന്റെ ഒരു അച്ചടക്കവും അത് നേതൃത്വം നൽകുന്ന നേതൃപാഠവുമുള്ള അധ്യാപകരുടെയും ഒരു ഗുണപാഠം കൊണ്ട് തന്നെയാണ് ആ സ്കൂള് ഇത്രയും ഒരു പ്രശസ്തി ലഭിക്കുന്ന ഒരു സ്കൂൾ എന്നുള്ള നിലയിലേക്ക് അപ്ഗ്രേഡ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുന്നത്. പിന്നെ സ്കൂളുമായി ബന്ധപ്പെട്ട് ബാക്കിയുള്ള കാര്യങ്ങൾ റിസൾട്ട് ഒരു പ്രധാന ഘടകമാണ് തീർച്ചയായും. ഇപ്പോൾ കഴിഞ്ഞ 2 വർഷമായിട്ട് നമുക്ക് 10ാം ക്ലാസ്സിൽ 100% റിസൾട്ട്. കഴിഞ്ഞ 2 വർഷമായിട്ട് 100%. എത്ര വിദ്യാർത്ഥികളെ ഏകദേശം ഉണ്ടാവും? അതൊരു 750 കുട്ടികളുള്ള കുട്ടികൾ കഴിഞ്ഞ വർഷം. ഇപ്രാവശ്യം 816 കുട്ടികളുണ്ട്. ഇപ്പൊ ഈ എഴുതാൻ പോണ പരീക്ഷയിൽ 816 കുട്ടികളുണ്ടെന്നാണ് എൻ്റെ ഏകദേശം. ഈ കഴിഞ്ഞ 2 വർഷത്തിൽ കഴിഞ്ഞ വർഷം തന്നെ ഏകദേശം ഒരു 80ന്റെ അടുത്ത് പിന്നെ ഫുൾ A+ ഉണ്ട്. ഒരു 40 സംതിങ് 9 A+ ഉണ്ടാവുന്നതാണ് തോന്നുന്നത്. നിങ്ങളിപ്പോ മാനേജർ എന്ന് പറഞ്ഞാൽ ഇപ്പൊ നിങ്ങളൊരു മാനേജിംഗ് പാർട്ണർ ആണല്ലോ, മറ്റുള്ള മാനേജർമാരും കൂടെ ഒന്ന് നമുക്ക് പരിചയപ്പെടുത്താൻ പറയാൻ ഉദ്ദേശിച്ചാണ്. അതില് ഉള്ളത് മാനുവൊക്കെ കഴിഞ്ഞാല് നിലവിലെ ശേഷം നിലവിലെ മാനുവക്ക മാനേജർ മാനുവക്ക, നാലാമത് മുഹമ്മദ് മാനുവാജി, രണ്ടാമത് 4ാമത് സൂഫി സാഹിബ് മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി, 3ാമത് 4ാമത് മൊയ്തുപ്പാറാണ് ആള്, അരക്കുറമ്പിലുള്ള ആളാണ്. മൊയ്തുപ്പ എന്ന പേര് ശരിക്കും മൊയ്തുപ്പ 4ാമത്തെ മൊയ്തുപ്പ. 4ാമത് 4ാമത്തെ ഹംസാർ, നമ്മുടെ ബാങ്കിന്റെ ഒക്കെ പ്രസിഡന്റ് ആയിരുന്ന വ്യക്തി. 4ാമത്തെ ഹംസ. പിന്നെ 4ാമത്തെ അസ്സംകുട്ടി പറഞ്ഞ ഒരാളാണ്. അത് ഹംസാക്ക എന്ന് പറഞ്ഞാൽ ഞങ്ങളിവിടെ താഴെക്കൂട് പൂമ്പാറ്റ ഹംസാക്ക എന്ന് പറഞ്ഞാൽ ഞാൻ പരിചയപ്പെടുത്താൻ വേണ്ടി പറയണേ. മുപ്പര് പൂമ്പാറ്റ ഹംസാക്ക എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. പിന്നെ 4ാമത്തെ അസ്സംകുട്ടി പറഞ്ഞ ഒരാളാണ്. അസ്സംകുട്ടി അതെന്റെ നേരെ മേഖല. അത് മൂപ്പര് മരണപ്പെട്ടിട്ടുണ്ട്. പിന്നെ ഞാൻ സ്കൂൾ അധ്യാപകനായിരുന്നു. അപ്പൊ നിങ്ങൾ 5 പേരാണ് നിലവില് സ്കൂളിന്റെ മാനേജിംഗ് പാർട്ണർമാരായിട്ടുള്ളത്. അതില് അഡായിട്ട് കൈകാര്യം ചെയ്യാൻ നേതൃത്വം നൽകുന്ന നിലവിലെ പിന്നെ മാനേജർ മാനുവാജി എന്ന് വെച്ചാല് അതിന്റെ ദൈനംദിന കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത് ഇപ്പോ അബൂബക്കർ മാഷാണ്. അതിപ്പോ എന്തായാലും ഇത്രയും ഏജും 45 വർഷമൊക്കെ ആയി കൈകാര്യം ചെയ്യുന്ന ഒരു വ്യക്തികളുടെ കാര്യം തീർച്ചയായിട്ടും ഹെൽപ്പറും അതിന്റെ മാനേജിംഗ് പാർട്ണർ വർക്കുമാരും നിർബന്ധമാണ്. അതെന്തായാലും മാനാക്കന്നെയാണ് എല്ലാം ചെയ്യുന്നത്. ഞാൻ ഇനിയിപ്പോ അക്കാഡമിക്കായ കാര്യങ്ങളിൽ എന്തെങ്കിലും ഇടപെടൽ ആവശ്യമുണ്ടെങ്കിൽ മൂപ്പര് എന്നോട് ചോദിക്കുമ്പോൾ സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട ഒരാളെന്ന നിലക്ക്, അവിടെ ജോലി ചെയ്ത ഒരാളല്ല, ആ നിലക്ക് സ്കൂളുമായിട്ട് ബന്ധപ്പെട്ട അക്കാഡമിക്കായ കാര്യങ്ങൾ എന്തെങ്കിലും വേണമെങ്കിൽ എന്നോട് അഭിപ്രായം ചോദിക്കണമെങ്കിൽ ഞാൻ അഭിപ്രായം പറയും. അതിന് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കും. പിന്നെ പറയാനെന്തായാലും ഇപ്പോ പറഞ്ഞ ഏകദേശം 4000-ഓളം വിദ്യാർത്ഥികൾ അല്ലെ, 3900 അല്ലെങ്കിൽ 4000-ൽ പരം ഒരു 100-135 അധ്യാപകർ ജീവനക്കാരും അതായത് ഒരു പിന്നെ 79 ഡിവിഷൻ തന്നെ ഉണ്ട്. 79 ഡിവിഷൻ ഉണ്ട് മൊത്തത്തിൽ. കൃത്യമായിട്ട് നോക്കണം. ഇപ്പൊ 10ാം ക്ലാസ്സിന് 17 ഡിവിഷൻ. 10ാം ക്ലാസ് 17 ഡിവിഷൻ ഉണ്ട്. 9ാം ക്ലാസ് ഒരു 17 ഡിവിഷൻ ഉണ്ട്. 8ാം ക്ലാസ് ഒരു 16 അത്രയൊക്കെ കാണും. ഹൈസ്കൂൾ സെക്ഷനിൽ ഏറ്റവും കൂടുതൽ കുട്ടികൾ പിന്നുള്ളതിൽ ഒന്ന് പിന്നെ 10ാം ക്ലാസ് തന്നെ. കാരണം 10ാം ക്ലാസ്സിലേക്ക് പിന്നെ പല സ്കൂളുണ്ട്, അൺഎയ്ഡഡ് സ്കൂളിൽ നിന്നും മറ്റു പല ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ നിന്നൊക്കെ 8ലും 9ലൊക്കെ ഇവിടെ 10ാം ക്ലാസ് ഉദ്ദേശിച്ച് ചേർക്കുന്നുണ്ട്. ഒന്നാമത് നല്ല റിസൾട്ടും പിന്നെ രണ്ടാമത് സ്കൂളിൻ്റെ അച്ചടക്കവും അതിനൊരു പ്രധാന ഘടകമാണ്. ഇപ്പൊ നിലവില് പിന്നെ ഹയർ സെക്കൻഡറിയുടെ പ്രിൻസിപ്പള് 4ാമത്തെ സെക്കൻഡ് മാസ്റ്ററും
ഹൈസ്കൂളിന്റെ പിന്നെ HM-ന്റെ ചാർജ് വിജയൻ മാഷാണ്. വിജയൻ മാഷ്. അദ്ദേഹം ഈ വർഷം റിട്ടയർമെന്റ് ആയി. അടുത്തത് ആരാണെങ്കിൽ ഇപ്പൊ വരാൻ നിൽക്കുന്നത് അബ്ബാസ്, കാപ്പുറമ്പിലുള്ള അബ്ബാസ്, തോട്ടാശ്ശേരി അബ്ബാസ് മാഷാണ്. എന്നാലും പിന്നെ അടുത്ത ചാർജ് ഏറ്റെടുക്കാൻ ഞാൻ പറഞ്ഞു വന്നത് 4000-ൽ പരം വിദ്യാർത്ഥികൾ ഇത്രയും അച്ചടക്കത്തോടുകൂടെ പഠനം പൂർത്തിയാക്കി പുറത്തു പോകുമ്പോൾ നമ്മുടെ താഴെക്കോടിൻ്റെ ഒരു തിരക്കുറിയാണ് ഈ PTMHS എന്ന് പറയുന്നത്. തീർച്ചയായും കോഴിക്കോട് പാലക്കാട് ഹൈവേയിലാണ് ഇത് സ്ഥിതി ചെയ്യുന്നത്. അതാണ് അതിന് കൂടുതൽ പ്രാധാന്യമുണ്ട്. അതായത് ഇവിടെ ഒരു രാഷ്ട്രീയ സമരമില്ല, ഒരു പ്രശ്നങ്ങൾ ഉണ്ടാവുന്നില്ല. അതെല്ലാം വളരെ ഇപ്പൊ ഇത്ര നമ്മളിപ്പോ ഒരു 10, 40, 35 വർഷം. മാസം എത്രയായി? സ്കൂളോ? സ്കൂൾ 1976 തുടങ്ങി. 40 വർഷമായി. ഇപ്പോ അടുത്ത 2025, 2026 എന്നാണ് 50ാം വാർഷികം. അപ്പൊ 50 കൊല്ലം ഈ ഒരു അരനൂറ്റാണ്ട് ഈ ഒരു മഹനീയ സ്ഥാപനത്തിൽ ഒരു വിഷയവും ഇന്ന് വരെ ഉണ്ടായിട്ടില്ല. ഒരു പ്രധാന വിഷയം, നമ്മൾ വിഷയം എന്ന് പറയുമ്പോൾ ദൈനംദിന വിഷയങ്ങൾ ഉണ്ടാവും, ഒരു വിഷയം ഉണ്ടായിട്ടില്ല. മാത്രമല്ല ഇത്തരം ഒരു സ്ഥാപനം ഈ രീതിയിൽ കൊണ്ടുപോകാൻ അതിന് നേതൃത്വം കൊടുത്ത പിന്നെ മറ്റേ കുടുംബം എന്ന് തന്നെ പറയാം, കുടുംബം എന്ന് പറയണം. അപ്പൊ ഇതിന്റെ ദൈനംദിന കാര്യങ്ങളിൽ പങ്കെടുത്ത ഇന്ന് ദൈനംദിന കാര്യങ്ങളിൽ കൃത്യമായി ഇടപെടുന്ന ആളെന്ന രീതിയിൽ അബുമാഷ് എന്ന ഈ അബുബക്കർ മാഷിന് ഒരു കഴിയാത്ത തരുന്നു. ഓക്കെ. ഏതായാലും ഇത് എന്താ വെച്ചാല് പിന്നെ കൃത്യമായി തന്നെ ഈ ഒരു പിന്നെ 50 വർഷം എന്ന് പറയുമ്പോൾ താഴെക്കോട് മേഖലയിലല്ല, നേരത്തെ പിന്നെ മാഷ് സൂചിപ്പിച്ച മേഖലയിലൊക്കെ ഇന്ന് ഉണ്ടായില്ല പിന്നെ വിദ്യാഭ്യാസ മേഖല ഉയർന്നു വന്നിട്ടുള്ള ആളുകൾ എല്ലാം അവർ ഇവിടുത്തെ ഒരു പഠിതാക്കളായിരുന്നു എന്നുള്ളത് വളരെ സന്തോഷകരമായിരുന്നു. 50 വർഷം എന്ന് പറയുമ്പോൾ ഈ സ്കൂളിൽ പഠിക്കാത്തവരായി ചുറ്റുഭാഗത്ത് ആരും ഉണ്ടാവില്ല എന്നുള്ളത് തന്നെ നമുക്ക് എടുത്തു പറയേണ്ട ഒരു വിഷയം. അത് അന്നേരത്തെ തുടക്കത്തിൽ നടക്കുന്നതിനേക്കാൾ വളരെ അപ്ഗ്രേഡായി വളരെ ഓരോ വർഷത്തെ ചെല്ലും തോറും ഊതിക്കാച്ചിയ പൊന്നു പോലെ അത് വലിയ നേട്ടങ്ങൾ കൊയ്തുകൊണ്ട് മുന്നോട്ട് പോകുന്നു എന്നൊരു നമ്മുടെ നാടിന്റെ വലിയൊരു അഭിമാന സ്തംഭമായി തന്നെ ഈ ഹൈസ്കൂൾ നിലനിൽക്കുന്നു എന്നുള്ളത് ഏറ്റവും ശ്രദ്ധേയമായ ഒരു വിഷയമാണ്. ഏതായാലും അത് ഇനിയും പിന്നെ അതുമായി ബന്ധപ്പെട്ട മാഷയുടെ ഓർമ്മയിൽ എന്തെങ്കിലും ഹൈസ്കൂളുമായോ ഹയർ സെക്കൻഡറിയുമായിട്ടൊക്കെ അച്ചടക്കം നടത്തുന്നതിൽ നമ്മുടെ പ്രിൻസിപ്പാൾ സക്കീർ മാഷ് നല്ല റോളുണ്ട്. അദ്ദേഹം ഹയർ സെക്കൻഡറി ഭാഗത്തു നിന്നുള്ള പൂർണ്ണ നിയന്ത്രണം അദ്ദേഹത്തിനാണ്. അദ്ദേഹം അവിടെ ഉള്ളതുകൊണ്ട് ഹയർ സെക്കൻഡറി മാത്രമല്ല സ്കൂളിന്റെ മൊത്തം അച്ചടക്കം നിലനിർത്തുന്നതിൽ മുഖ്യ പങ്ക് വഹിക്കുന്നുണ്ട്. തീർച്ചയായും. അതേപോലെ അവിടുത്തെ റിസൾട്ട് അത് നന്നായിട്ട് കൈകാര്യം ചെയ്യുന്നത് ഹയർ സെക്കൻഡറിയുടെ റിസൾട്ട് വളരെ വലുതാണ്, എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. ഏതായാലും അദ്ദേഹം ഇപ്പൊ ഏകദേശം ഒരു 10-30 വർഷത്തിലധികമായി സർവീസ് നടത്തി. ഏതാണ്ട് 2-3 വർഷം കൂടി ഉള്ളൂ എന്ന് പറയുന്നത്. അപ്പൊ അത്രയും ഒരു സർവീസ് നടത്തി ഹൈസ്കൂളിന്റെ ഒരു പ്രാഗൽഭ്യം തെളിയിക്കുന്നതിൽ അതൊരു സാധാരണക്കാരൻ. നേരത്തെ സക്കീർ മാഷുമായി സംസാരിച്ച ചർച്ചയിൽ ബഹുമാനായ ജനറൽ സെക്രട്ടറി സൂചിപ്പിച്ച എന്താ വെച്ചാല് ഒരു ബസ്സുകള് പിന്നെ റോഡ് സൈഡിൽ ബസ്സുകള് വിദ്യാർത്ഥികൾക്ക് നിർത്തി കൊടുക്കാത്തൊരു അവസ്ഥ വന്നപ്പോ ഡയറക്റ്റ് ആയിട്ട് എന്റെ മുമ്പിൽ നിന്നിട്ട് നേതൃത്വം നൽകി എന്നുള്ളതൊക്കെ ഇന്ന് ഞങ്ങളൊക്കെ സൂചിപ്പിക്കുന്ന എന്താ വെച്ചാൽ ആ കാര്യത്തില് ചെറുപ്പക്കാരുടെ ഒരു പ്രതിനിധി, ചെറുപ്പക്കാർക്ക് ഒരു കാര്യം പറയാനും വയസ്സായ ആളുകൾക്ക് ഒരു കാര്യം പറയാനും എല്ലാം കൊണ്ടും ഒരു പ്രമുഖ വ്യക്തിത്വമാണ് സക്കീർ മാസ്റ്റർ. ആ ഹൈസ്കൂളിന്റെ ഏറ്റവും ഒരു തുറന്ന മുഖം എന്നുള്ള നിലക്ക് തന്നെ അവിടെ ചെറിയ കുട്ടികളെയും അതുപോലെ തന്നെ വലിയ കുട്ടി ഇന്നതൊക്കെ +2 പഠിക്കുന്ന വിദ്യാർത്ഥികൾ എന്നൊക്കെ പറഞ്ഞാൽ അത്യാവശ്യം പക്വതയുള്ള വിദ്യാർത്ഥികളെ മെരുക്കിയെടുക്കാൻ ചെറിയൊരു പണിയൊന്നുമല്ല. അത് അദ്ദേഹത്തിന് കഴിവ് എടുത്തു പറയേണ്ട ഒരു വ്യക്തിത്വമാണ്. അല്ല, ഡിസിപ്ലിന്റെ കാര്യത്തിൽ ഹൈസ്കൂളിലെ അധ്യാപകർ, ഇപ്പൊ ചെറുപ്പക്കാര അധ്യാപകരും അതുപോലെ കുറച്ച് ലേഡി ടീച്ചേഴ്സും വളരെ ഉഷാറാണ്. പിന്നെ നമ്മള് പുറത്തുള്ള പ്രശ്നങ്ങളൊക്കെ ഒതുക്കാൻ പോലീസിന്റെ സേവനം ഇപ്പോൾ നിലവിൽ ഉപയോഗിക്കുന്നത്. അതുകൊണ്ട് കുട്ടികളെ ബസ് കയറുന്നിടത്ത് അതുപോലെ കുട്ടികൾ സ്കൂളിന്റെ ശേഷമുള്ള പ്രശ്നങ്ങള് കേസുകളൊന്നും നിലവിലിപ്പോ ഇല്ല. നേരത്തെ ഇല്ലാത്ത കാലത്തൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പൊ നമുക്ക് എല്ലാവർക്കും അറിയണം തന്നെയാണ്, ഇങ്ങനെ കുട്ടികളെ വരിയിൽ നിർത്തി അതിൻ്റെ ഒരു സമ്പ്രദായത്തിന് തുടക്കം കൊടുത്തതിൽ നമ്മളെ മാത്യു മാഷ പോലത്തെ ആളുകളാണ്. അന്ന് അതിന് നിയോഗിക്കപ്പെട്ട പൂതംകോടം വീരാക്ക എന്ന് പറഞ്ഞാൽ ഈ സ്കൂൾ ഉണ്ടാക്കുന്നതിന്റെ പങ്കുവച്ച ആളാണ്, നേതൃഭാഗം പങ്കുവച്ച ആളാണ്. ഒരു വടിയും പിടിച്ചിട്ട് കുട്ടികളെ മുന്നിൽ കൂടി ഇങ്ങനെ നടത്തി ലൈന് നിർത്തുന്ന വീരാക്കാനൊന്നും നമ്മൾ ഓർക്കാണ്. ഇപ്പോ മലപ്പുറം കലക്ടറേറ്റില് ഈ ബസ്സിന്റെ ഡ്രൈവേഴ്സിനെ ഒരു മീറ്റിംഗിന് വിളിക്കണ്ടായി. അവര് പല പരാതിയും പറഞ്ഞു.
അതായത് സ്കൂളുകളെ മുമ്പിലെത്തുമ്പോൾ കുട്ടികൾ ബസ്സിനെ ആക്രമിക്കുന്നതും പിന്നെ അവർക്ക് ഓടാനുള്ള പ്രയാസങ്ങളൊക്കെ പറഞ്ഞപ്പോൾ അവർ അന്നത്തെ കലക്ടറോട് എടുത്തു പറഞ്ഞൊരു കാര്യം താഴെക്കോട് സ്കൂളിൽ പഠിക്കണം എന്നാണ്. അപ്പോൾ കലക്ടർ ചോദിച്ചാൽ എന്താണ് നിങ്ങൾ അങ്ങനെ പറയാൻ കാരണം എന്ന് ചോദിച്ചാൽ അവിടെ വീരാൻ എന്ന് പറഞ്ഞൊരാൾ ഒരു വടിയും പിടിച്ച് വരിയിൽ കുട്ടികളെ നിർത്തിയിട്ടാണ് കയറ്റുക. ഞങ്ങൾക്ക് ഒരു പ്രയാസവും ഇല്ലാതെ കുട്ടികളെ കൊണ്ടുപോകാൻ പാകത്തിന് കുട്ടികളെ കൊണ്ടുപോകാനും വളരെ സൗകര്യത്തിൽ കുട്ടികളെ കയറ്റി കൊണ്ടുപോകാനും പറ്റുന്ന ഏക സ്കൂൾ താഴെക്കോട് സ്കൂളാണ്. അതിന് കാരണം ആ മനുഷ്യനാണെന്ന് പറഞ്ഞപ്പോൾ അന്ന് കലക്ടർ വീരാക്കാനെ വിളിച്ച് അഭിനന്ദിച്ചു. അത് പിന്നെ ഇവിടെ പത്രത്തിൽ വാർത്തയായി വരും, വീരാക്കാരുടെ ഫോട്ടോടൊപ്പം വാർത്തയായി വരും. അതിലെന്താ വെച്ചാലേ എനിക്കൊരു ഓർമ്മ ശരിയാണെങ്കിൽ ദൂരത്തുള്ള കുട്ടികളെ ആദ്യം വീരാക്ക മത്സരിച്ച് വിടുക. അതിങ്ങളൊക്കെ അടുത്തുള്ളവരാണെങ്കിൽ അടക്കി ദൂരത്തുള്ള കുട്ടികൾ പോട്ടെ ഓരോ കയറ്റി വിടാൻ കണ്ട പെൺകുട്ടികളെ ആദ്യം കയറ്റി വിടും. അതേപോലെ തന്നെ പിന്നീട് അന്ന് നമ്മള് സ്കൂൾ ബസ്സൊന്നും തുടക്കാത്തൊരു കാലമാണ്. അന്ന് ഏറ്റവും ദൂരത്തുള്ള കുട്ടികളെ പെൺകുട്ടികളെ ആദ്യം കയറ്റി വിടും. പെൺകുട്ടികളെ കൂടുതൽ കയറ്റും, ആൺകുട്ടികളെ കുറച്ച് കയറ്റും. അങ്ങനെ അടുത്തുള്ള ലാസ്റ്റ് കയറ്റിയിട്ടാണ്. അന്നൊന്നും ബസ്സുകൾ കുറവാണ്. മറ്റേ നമുക്ക് പ്രൈവറ്റ് ബസ്സിനെ ആശ്രയിക്കും വേണം. സ്കൂൾ ബസ്സിന്റെ ഒരു സ്റ്റാർട്ടിങ്ങും ഇല്ലാത്തൊരു കാലത്ത് ആ കുട്ടികളെ ഏറ്റവും അതാണ് ആ സ്കൂളിന്റെ അന്ന് തൊട്ട് ഇന്ന് വരെയും ആ സ്കൂളിന്റെ ഒരു ഉയർച്ച കാണിക്കുന്നത് ഇതുപോലുള്ള പ്രവർത്തനങ്ങൾ കൊണ്ട് തന്നെയാണ്. ട്രാവൽ സിസ്റ്റം തുടരുന്നുണ്ട്. സ്കൂൾ ബസ്സുകളുണ്ട്, ലൈൻ ബസ്സുകൾ. ഇന്നിപ്പോ എത്ര ബസ്സുകളുണ്ട് സ്കൂളിൽ? സ്കൂളിൽ ഇപ്പൊ 6 ബസ്സുണ്ട്. 6 ബസ് സ്കൂൾ ബസ്സുകളായിട്ട് എല്ലാ ഭാഗത്തേക്കും. പിന്നെ സ്കൂളിന്റെ പോക്കറ്റ് ഏരിയ സ്കൂളിന്റെ ഫീഡിംഗ് ഏരിയ ആ ഭാഗത്തേക്കൊക്കെ കുട്ടികൾ വരുന്ന നേരത്തെ സൂചിപ്പിച്ച അരക്കുറമ്പ് എല്ലാ ഭാഗത്തും ഒരുവിധം കുട്ടികളെ എല്ലാ ഭാഗങ്ങൾക്കൊക്കെ ഈ 6 ബസ് സർവീസ് നടത്തുന്നുണ്ട്. പിന്നെ ലൈൻ ബസ്സിന് പോകേണ്ട കുട്ടികൾ ലൈൻ ബസ്സിന് പോകും. അവിടെ പ്രശ്നങ്ങളൊന്നുമില്ല. പോലീസിന്റെ സഹായം ശരിക്ക് നടക്കുന്നുണ്ട്. സ്കൂളിലെ ഭക്ഷണത്തിന്റെ കാര്യങ്ങളിലൊക്കെ സ്കൂളില് ഉച്ചഭക്ഷണം എന്ന് പറയുന്നത് കേരളത്തിലെല്ലാ സ്കൂളിലും കൊടുത്തുകൊണ്ടിരിക്കുന്നതാണ്. അതിന് ഒരു പ്രത്യേക എടുത്തു പറയേണ്ട ഒരു കാര്യം എന്ന് പറയുന്നത് നല്ല വൃത്തിയുള്ള ഒരു കെട്ടിടം അടുക്കള. അതിന് നല്ല രീതിയിലുള്ള പാചക ഒരു അന്തരീക്ഷം അവിടെ ഉണ്ട്. അതിന് നല്ല വൃത്തിയുള്ള ഒരു ഏരിയയിലാണ്, നല്ലൊരു ഒന്നാന്തരം കെട്ടിടത്തിലാണ് ശരിക്കും സ്കൂളിന്റെ പാചകപ്പുര ഉള്ളത്. അത് പറയാൻ വിദ്യാഭ്യാസ ഉദ്യോഗസ്ഥന്മാരൊക്കെ വരുമ്പോൾ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കൽ തന്നെയുണ്ട്. അത് അതേപോലെ വെള്ളപ്പം അവിടെ ഉപയോഗിക്കാം. ഇപ്പോൾ 2 കിണർ ഉണ്ട്. നിലവില് സാധാ കിണറുണ്ട്. നേരത്തെ വെള്ളത്തിന് പ്രശ്നം ഉണ്ടായിരുന്നു. ബോർവെല്ലിന്റെ ഒന്നുണ്ട്, മറ്റേ കുഴിക്കിണറും 2 ഉണ്ട്. സാധാ കിണർ 2 ഉണ്ട്. പിന്നെ സപ്ലൈ ചെയ്യുന്ന വെള്ളത്തിന്റെയും അതും നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. വെള്ളത്തിന്റെ കാര്യത്തിൽ ഇപ്പോൾ നിലവിൽ പ്രശ്നമില്ല. പിന്നെ ഗ്രൗണ്ടിന്റെ പ്രശ്നം പറഞ്ഞത് അല്ല 4000-ഓളം കുട്ടികൾ പഠിക്കുന്ന ഈ സ്ഥാപനത്തിൽ വെള്ളത്തിന്റെ കാര്യത്തിൽ പ്രശ്നമില്ല എന്ന് പറഞ്ഞാൽ അതിന്റെ പോയിന്റ് എത്രയാണ്? ചുരുങ്ങിയത് ഒരു 15,000 ലിറ്ററിന്റെ മുകളിൽ 100 പക്ഷെ ഒരു 15,000-20,000 ലിറ്ററോളം ഏകദേശം ചെലവ് വരും. പിന്നെ അതിലിപ്പോ എടുത്തു പറയേണ്ട വിഷയം എന്താ വെച്ചാൽ ഈ കഴിഞ്ഞ വിദ്യാഭ്യാസം അതിന്റെ മുമ്പത്തെ വർഷത്തിലാണെന്നറിയില്ല, നല്ല അടിപൊളി ഒരു ബിൽഡിംഗ് ഇപ്പൊ അവിടെ 1-2 ബിൽഡിംഗ് 2 വർഷം മുമ്പേണോ 3 വർഷം കൊണ്ട് നല്ല നിലവാരം പുലർത്തുന്ന ഏറ്റവും നല്ല ഹയസ്റ്റ് ആയിട്ടുള്ള ഒരു ബിൽഡിങ്ങും അതോടനുബന്ധിച്ചുള്ള സ്റ്റേജും നല്ലൊരു ഉണർവ് നൽകുന്ന രൂപത്തിൽ ഹൈസ്കൂളിലെ ഒരു പുതിയ ബിൽഡിങ് വളരെ എടുത്തു പറയേണ്ട ഒരു ഇത്. പിന്നെ 58ഓളം ക്ലാസ് റൂം തോന്നുന്നുണ്ട്. 3 നിലയിലുള്ള ഹൈസ്കൂളിലും യുപിയിലും 2 ബിൽഡിംഗ്. അപ്പൊ പുതിയത് കയറ്റിയല്ലോ. പുതിയ കയറ്റിയ 58 റൂം ക്ലാസ് റൂം ഉണ്ട്. ക്ലാസ് റൂം ഉണ്ടാവും. 2 ബിൽഡിങ്ങുകളാണ്. അത് പിന്നെ സ്മാർട്ട് റൂമുകളാണ്. സൗകര്യമുള്ള പ്രൊജക്ടർ അല്ല, നല്ല സൗകര്യമുള്ള എല്ലാവിധ സൗകര്യങ്ങളോടും കൂടി ഫാനുകളും മറ്റൊക്കെ. തറയിലൊക്കെ പിന്നെ ഗ്രാനൈറ്റ് ഒക്കെ വിരിച്ച എല്ലാ ക്ലാസ്സിനും ഫാന്, എല്ലാ സൗകര്യമുള്ള അതുപോലെ കുട്ടികളുടെ ഇരിപ്പിടങ്ങള് ഇതൊക്കെ നല്ല വൃത്തിയുള്ള ഒരു രീതിയിലാണ്. പിന്നെ അതിൽ എടുത്തു പറയേണ്ട ഒരു 1-2 വിഷയമുണ്ട്. നമ്മളെ ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് തുല്യതാ പഠനം നമ്മൾ ആദ്യം തുല്യതാ പഠനം ഉണ്ടായത് 598 കുട്ടികൾക്കാണ് ഇവിടെ താഴെക്കോട് ഗ്രാമപഞ്ചായത്ത് തുല്യതാ പഠനം ഒരുക്കിയത്. അത് കൃത്യമായി ഹൈസ്കൂളിൽ ഞാൻ ആ തുല്യതയിൽ 10ാം ക്ലാസ് തുല്യതയിൽ പഠിച്ച വിദ്യാർത്ഥി എന്നുള്ള നിലക്ക് കൃത്യമായിട്ട് അതിന് എല്ലാവിധ സഹായ സഹകരണവും ചെയ്തു തന്ന നമ്മുടെ PTM ഹയർ സെക്കൻഡറി സ്കൂളിലെ ഹൈസ്കൂളിലെ ഹയർ സെക്കൻഡറി സ്കൂളിനെയും അത് എത്ര പ്രശംസിച്ചാലും കഴിയില്ല. കാരണം ഈ ഹൈസ്കൂൾ വിദ്യാഭ്യാസം
പ്രത്യേകിച്ച് സ്ത്രീ വിദ്യാഭ്യാസ മേഖലയിൽ 9ാം ക്ലാസ്സിലും 8ാം ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന കാലത്താണ് അന്നത്തെ ഈ സ്ത്രീകളുടെയൊക്കെ വിവാഹം. ഇപ്പം എൻ്റെ വൈഫ് സീനത്ത് പുത്തൂർ അടക്കമുള്ള ആളുകൾ അന്ന് 9ാം ക്ലാസ്സിൽ നിന്ന് പഠനം നിർത്തിയ ആളുകൾക്ക് പഞ്ചായത്താണ് ഒരു പദ്ധതി ഒരുക്കിയപ്പോൾ 598 പേർക്ക് മറ്റേ 10ാം ക്ലാസ് തുല്യത പഠനം അതിൽ വിജയിച്ചു. അതിൽ 598 ഏകദേശം 98% ആളുകളും വിജയിച്ചു. അത് കഴിഞ്ഞ് ഹയർ സെക്കൻഡറി തുല്യത, അതിൽ ഞാൻ പഠിതാവാണ്. ഹയർ സെക്കൻഡറി തുല്യതയിൽ ഏകദേശം 50ഓളം വിദ്യാർത്ഥികൾക്ക് അതിനും ക്ലാസ് ഒരുക്കി തന്നത് PTM ഹയർ സെക്കൻഡറി സ്കൂളാണ്. അത് കൃത്യമായിട്ട് അതിന് നൽകിയ സംഭാവന ഏറെ. തുല്യതാ പഠന രംഗത്ത് ഞങ്ങളൊക്കെ പകുതിയിൽ പഠനം നിർത്തിയ ആളുകളാണ്. അവർക്കൊക്കെ സൗകര്യം ചെയ്ത് ഹൈസ്കൂളുമായി ബന്ധപ്പെട്ട് എടുത്തു പറയേണ്ട 1-2 കാര്യങ്ങളാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ എന്തെങ്കിലും ഭാഷ അതിലിപ്പോൾ നമ്മളിപ്പോൾ ഇവിടെ നേരത്തെ പറഞ്ഞില്ലേ ഈ 79 ക്ലാസ് റൂം, അതിൽ ഈ 79 ക്ലാസ് റൂമിൽ കൂടുതൽ ക്ലാസ് റൂമും കൂടുതൽ ഇരിക്കുന്നത് ഈ 2 ബിൽഡിങ്ങിലും ഒതുങ്ങിയിട്ടുണ്ട്. നേരത്തെ കുറേ ബിൽഡിങ്ങുകളുണ്ട്. ഇപ്പോൾ ബിൽഡിങ്ങുകളുടെ എണ്ണം കുറക്കാൻ നമുക്ക് ഈ 2 പ്രധാനപ്പെട്ട 2 ബിൽഡിങ്ങുണ്ട്. 3 നിലയിലാണ്. 3 നിലയുണ്ട്. ഈ 79 ക്ലാസ് റൂമിലെ ഭൂരിഭാഗം ക്ലാസ് റൂമുകൾ ഇതിൽ ഒതുക്കാൻ കഴിഞ്ഞിട്ടുണ്ട്. പിന്നെ ബാക്കി പടിഞ്ഞാറ് ഭാഗത്ത് +2 ചേർന്നിട്ടുള്ള ബിൽഡിങ്ങിലാണ് മറ്റ് ക്ലാസ് റൂമുകളൊക്കെ ഉള്ളത്. പിന്നെ നമുക്ക് ഗ്രൗണ്ടിൻ്റെ ഒരു വിഷയം ഉണ്ടായിരുന്നു. ഗ്രൗണ്ടും എന്ന് പറഞ്ഞാൽ ചുറ്റും ബിൽഡിങ്ങും നടുവിൽ ഗ്രൗണ്ടും എന്നൊരു വിഷയം വന്നപ്പോൾ അത് കുട്ടികളുടെ പഠനത്തിനെ ബാധിക്കുന്നുണ്ടായിരുന്നു. പല ഭാഗത്തും ചർച്ച വന്നു. അപ്പോൾ അത് നമ്മൾ കുറേ കാലം നമുക്കൊരു സ്ഥലം കിട്ടാത്തതിൻ്റെ പ്രശ്നത്തിലിരുന്നു നിന്നില്ല. ഇപ്പം നമ്മൾ സ്കൂളിന് വേണ്ടി ഒരു ഗ്രൗണ്ട് തയ്യാറാക്കിയിട്ടുണ്ട്. അത് അതിൻ്റെ കുറച്ചും കൂടി പണികൾ അവിടെ തീർത്ത് കഴിഞ്ഞാൽ പുതിയൊരു ഗ്രൗണ്ട് സ്കൂളിൽ സ്കൂളിന്റെ ബാക്കിലായിട്ട് അല്ല നമ്മൾ പുതിയതായിട്ട് ഗ്രൗണ്ടിന് വേണ്ടി അതും കൂടി വരുന്നതോട് കൂടി സ്കൂളിലെ ഗ്രൗണ്ട് എന്നുള്ള പ്രശ്നം തീരും. കാരണം മുന്നിൽ ഈ കുട്ടികളുടെ അടിയിലുള്ള ഈ ഗ്രൗണ്ട് ഉപയോഗിക്കുമ്പോൾ ഒരുപാട് ബുദ്ധിമുട്ടുകളുണ്ട്. കുട്ടികളുടെ പഠനത്തിനെ ശരിക്കും ബാധിക്കുന്നുണ്ട്. കാരണം ഈ ഗ്രൗണ്ടിലേക്ക് ക്ലാസ് ടൈമിൽ കളി നടക്കുമ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ ശ്രദ്ധ അങ്ങോട്ട് പോകുക എന്നുള്ളതൊക്കെ ആ ഒരു പ്രശ്നത്തിനൊരു പരിഹാരമാകും. നല്ല 1-1 ഗ്രൗണ്ടാണ് പിന്നെ അവിടെ വരാൻ പോകുന്നത്. ഈ 50ാം വാർഷികം ഒരു ഏക്കർ സ്ഥലത്ത് അതിലിപ്പോ നമ്മള് സൂചിപ്പിച്ചാൽ ഇപ്പൊ നിങ്ങള് ഗ്രൗണ്ടിന്റെ വിഷയം പറഞ്ഞപ്പോൾ കലാകായിക രംഗത്ത് സ്പോർട്സ് തലങ്ങളില് ജില്ലാ തലത്തിലോ സംസ്ഥാന തലത്തിലോ എന്തെങ്കിലും നമുക്ക് അപ്ഗ്രേഡേഷൻ നമ്മുടെ സ്കൂളിൽ ലഭിച്ചിട്ടുണ്ടോ? ഇപ്പോ സബ് ജില്ലയില് പങ്കെടുക്കുമ്പോൾ മിക്കവാറും താഴെക്കൂട് സ്കൂളിനാണ്. ഏതൊക്കെ മേഖലയിലാണ് നമുക്ക് അതിനെ പ്രത്യേകിച്ച് സ്പോർട്സ് രംഗമാണോ കലാകായിക രംഗമാണോ? കലാരംഗത്ത് നമ്മള് എല്ലാ പ്രാവശ്യവും ഓവറോൾ നേടാറുണ്ട്. ഓവറോൾ ചാമ്പ്യന്മാരാണ്. ജില്ലാ തലത്തിലോ സബ് ജില്ലാ തലത്തിലോ ഓവറോൾ ചാമ്പ്യന്മാരാണ്. സബ് ജില്ലാ തലത്തില് ഓവറോൾ ചാമ്പ്യന്മാരാണ്. ഏതാണ്ട് വർഷങ്ങളിലൊക്കെ ചോദിക്കട്ടെ, അതായത് ഇപ്പോൾ മാഷ് പറഞ്ഞു വന്ന എന്താണ്, അതായത് മുന്നിലെ സ്കൂൾ ഗ്രൗണ്ടിന് പുറത്ത് 1 ഏക്കർ സ്ഥലത്ത് വേറെ ഗ്രൗണ്ട് ഉണ്ടാക്കുന്നു എന്നല്ല. അതൊരു വല്ലാത്ത അറിവാണ്. പിന്നെന്താ നമ്മള് ഉദ്ഘാടനം കഴിഞ്ഞിട്ടില്ല. അതാണ് നമ്മള് പൊതുജനങ്ങൾ മാത്രല്ല നമ്മൾക്കിപ്പൊ കിട്ടിയ അറിവാണത്. ഈ അറിവ് എനിക്കില്ല. പിന്നെ അതോടൊപ്പം ഒന്ന് ആലോചിച്ച് നോക്കണം. 1 ഏക്കർ സ്ഥലം ഗ്രൗണ്ടിന് മാത്രമായിട്ട് ഈ മാനേജിങ് കമ്മിറ്റി ചെയ്യുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ടും അത് കൃത്യമായിട്ട് നമ്മൾക്കറിയാം. അതായത് താഴെക്കോട് PTM HS എന്ന് പറഞ്ഞാൽ നമ്മുടെ അഭിമാന മുഖമാണെന്നാണ് ഇത് പറയുന്നത്. തീർച്ചയായിട്ടും മറ്റേ നമ്മുടെ സ്പോർട്സ് രംഗത്ത് ഫുട്ബോൾ മറ്റുള്ള രംഗങ്ങളിലൊക്കെ ഇവിടുത്തെ ഈ ചെറുപ്പക്കാര് ഒക്കെ വളർച്ചയിൽ അവിടെ ഉപയോഗിക്കുന്ന ഒരു ഗ്രൗണ്ടും മറ്റുള്ള അതുപോലെ തന്നെ ഒരുപാട് സ്പോർട്സ് കാര്യങ്ങൾ, ക്രിക്കറ്റും മറ്റുള്ള കാര്യങ്ങളും അതുപോലെ പല പരിപാടി ഇപ്പൊ നമ്മൾ നടക്കുന്ന മെക്സവൻ അടക്കമുള്ള കാര്യങ്ങളൊക്കെ അവിടെ ചെയ്യാനുള്ള ഒരു മുൻകരുതൽ, അതിനുള്ള ഒരു സമ്മതവും അതിനുള്ളൊക്കെ കൊടുക്കുന്ന ഒരു മാനേജിംഗ് പാർട്ണർമാരും മാനേജർമാരും എന്നുള്ള നിലക്ക് നമുക്ക് എടുത്തു പറയേണ്ടതാണ്. നമ്മുടെ ഹൈസ്കൂളിനെ കുറിച്ച് ഒരുപാട് സംഭാവനകൾ നൽകുന്നുണ്ട് ഈ വിഷയത്തിൽ. സമൂഹത്തിന് താഴെക്കൂടിനെ മാതൃകയാക്കേണ്ട പ്രവർത്തനങ്ങൾ കാഴ്ചവെക്കുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക് എടുത്തു പറയേണ്ട നമുക്ക് ഏറ്റവും ശ്രദ്ധേയമായ ഒരു കാര്യമാണ്. നമ്മുടെ ചരിത്ര പുസ്തകത്തിലേക്ക്, വ്യാപാരിയുടെ ചരിത്ര പുസ്തകത്തിലേക്ക് നമ്മൾ വൈകുന്തോറും
നമ്മുടെ അഭിമുഖങ്ങൾ വൈകുന്തോറും ഏറ്റവും പ്രധാനപ്പെട്ട വിഷയങ്ങളുമായി ബന്ധപ്പെട്ട് നമ്മളെ അഭിമുഖീകരിക്കേണ്ട ഏറ്റവും ഉൾപ്പെടുത്തേണ്ട കാര്യങ്ങളെ നമ്മൾ അവസാന നിലയിലേക്ക് വരുമ്പോൾ നമ്മുടെ ആ പൂർണ്ണതയിൽ എത്തുമ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട മേഖലയിൽ നിന്നുള്ള നമ്മളെ പിന്നെ കുറച്ച് ദിവസങ്ങളായി നടത്തുന്ന അഭിമുഖങ്ങൾ ഏറ്റവും ശ്രദ്ധേയമാണ്, ഏറ്റവും സന്തോഷകരമായ ഒരു സംഭവമാണ് നമ്മൾ നടത്തിക്കൊണ്ടിരിക്കുന്നത് എന്നുള്ളത് ആത്മാർത്ഥമായി എനിക്കും സെക്രട്ടറിക്കും ഒക്കെ വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വിദ്യാഭ്യാസ മേഖലയിൽ ഇത്രയും അതിന് പറയാൻ കെൽപ്പുള്ള ആളുകളെ നമുക്ക് ലഭിക്കുക. നമ്മളൊരു വിഷയം പറയുമ്പോൾ അത് ഏറ്റെടുത്ത് ആ കാര്യങ്ങൾ വരും തലമുറയ്ക്ക്, നമ്മൾ 50 വർഷം കഴിഞ്ഞിട്ടുള്ള ഒരു തലമുറയ്ക്ക് താഴെക്കോട് എന്തായിരുന്നു, നമ്മുടെ വിദ്യാഭ്യാസ മേഖല താഴെക്കോടിന്റെ സംഭാവന എന്തായിരുന്നു എന്ന് പറയുമ്പോൾ അത് നമ്മൾ അറിയിച്ചു കൊടുക്കാൻ പറ്റിയ ഒരു മേഖല നമ്മൾ പറയുമ്പോൾ അത് ഏറ്റെടുക്കാൻ തയ്യാറായി വന്ന മാനേജിംഗ് പാർട്ണർ എന്നുള്ള നിലത്ത് അബൂബക്കർ മാസ്റ്ററെ ഹൃദയംഗമായി പിന്നെ നമ്മുടെ ഈ യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി അഭിനന്ദിക്കാൻ ഞങ്ങൾ സമയം കണ്ടെത്തും. തീർച്ചയായിട്ടും അതിനുള്ള പ്രത്യുപകാരം എന്നുള്ള നിലയ്ക്ക് ഞങ്ങളുടെ സമ്മേളനത്തിൽ നിങ്ങളുടെ പിന്നെ ആദരിക്കുന്ന ചടങ്ങൊക്കെ സംഘടിപ്പിച്ചുകൊണ്ട് തക്കതായ ആദരവൊക്കെ നൽകാൻ ഞങ്ങൾ തീരുമാനിച്ചിട്ടുണ്ട് എന്നുകൂടി ആ സന്തോഷം കൂടി നിങ്ങളെ അറിയിക്കുകയാണ്. ഇനിയും എന്തെങ്കിലും ഉണ്ടെങ്കിൽ മാസ്റ്റർ സൂചിപ്പിക്കാം എന്ന്. ഇനിയിപ്പോൾ നമുക്ക് പറയാനുള്ളത് നമ്മുടെ സ്കൗട്ട് ആൻഡ് ഗൈഡ് താഴെക്കോട് സ്കൂള് ഒരുപക്ഷെ ഒരു കാലഘട്ടത്തിൽ ഏറ്റവും കൂടുതൽ അറിയപ്പെട്ടത് സ്കൗട്ട് എന്ന് പറയുന്ന പ്രസ്ഥാനത്തിലൂടെ അത് നമ്മൾ എടുത്തു പറയേണ്ട അബ്ദുറഹ്മാൻ മാഷ് അതൊന്ന് പറയും. സ്കൗട്ട് ആൻഡ് ഗൈഡ് എന്ന് പറയുന്ന പ്രസ്ഥാനം ഈ സബ് ജില്ലയിൽ ഏറ്റവും നല്ല രീതിയിൽ പ്രവർത്തനം തുടങ്ങി. അത് ജില്ലാ തലത്തിലേക്ക് വ്യാപിച്ച് സംസ്ഥാന തലത്തിൽ തന്നെ ഏറ്റവും ശ്രദ്ധിക്കപ്പെട്ട്, അതായത് മലപ്പുറം ജില്ലയിൽ ഏറ്റവും കൂടുതൽ കുട്ടികളെ സ്കൗട്ട് ആൻഡ് ഗൈഡ് പ്രസ്ഥാനത്തിൽ ചേർത്തു എന്നുള്ളൊരു ബഹുമതിക്ക് അർഹമായ സ്കൂളാണ് നമ്മളത്. അതിന് ഏറ്റവും മുൻകൈ എടുത്തത് നമ്മുടെ പിന്നെ ഉറുദു മാഷായിട്ടുള്ള അദ്ദേഹത്തിന് ആ ഒരു കാര്യത്തില് താഴെക്കോട് എന്നല്ല, പിന്നെ ഇപ്പൊ തിരുവനന്തപുരത്ത് പോയി തന്നെ ചോദിച്ചാല് നമ്മളെ സ്കൂൾ അറിയപ്പെടുന്നത് അബ്ദുറഹ്മാൻ മാഷ സ്കൂളാന്നുള്ള പേരിലാണ്. അത് ഞാൻ സോഷ്യൽ മീഡിയയില് നമ്മുടെ ഫേസ്ബുക്ക് രംഗത്തൊക്കെ അബ്ദുറഹ്മാൻ മാഷ് ഫേസ്ബുക്കിൽ അദ്ദേഹത്തിന്റെ ഫോട്ടോ കാണുമ്പോൾ തന്നെ ആയിരക്കണക്കിന് കമന്റുകളും പിന്നെ ലൈക്കുകളൊക്കെ വന്നിട്ട് വിദ്യാർത്ഥികളൊക്കെ പിന്നെ ഫേസ്ബുക്കിലും വാട്സപ്പിലും അദ്ദേഹം വിദേശത്തൊക്കെ പര്യടനം നടത്താറുണ്ട്. അബ്ദുറഹ്മാൻ മാഷ് വലിയ സ്വീകരണങ്ങൾ ഒരുക്കി ഇവിടുത്തെ വിദ്യാർത്ഥികള് ഗൾഫ് നാടുകളിൽ അദ്ദേഹത്തെ സ്വീകരിക്കുന്നത് നമ്മൾ സോഷ്യൽ മാധ്യമങ്ങളിൽ കണ്ടിട്ടുണ്ട്. എടുത്തു പറയേണ്ട ഒരു മേഖലയാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്. പിന്നെ സ്കൂളിൽ ഈ ഏറ്റവും കൂടുതൽ കുട്ടികളെ ചേർത്തി, അതായത് സ്കൗട്ട് ആൻഡ് ഗൈഡ് കുട്ടികൾ ഏറ്റവും കൂടുതലുള്ള സ്കൂളെന്നുള്ള ഒരു ബഹുമതി കിട്ടിയപ്പോൾ അന്നത്തെ പിന്നെ DPI ലിഡ ജേക്കബ് നമ്മുടെ സ്കൂളിൽ വന്നു, ഈ ചടങ്ങിൽ പങ്കെടുക്കും, അത് പിന്നെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും ചെയ്തിട്ടുണ്ട്. പിന്നീട് ഇപ്പോൾ ഈ സ്കൗട്ട് ആൻഡ് ഗൈഡിൻ്റെ പല ഭാഗത്തും ഈ ഒരു പ്രസ്ഥാനവുമായി ബന്ധപ്പെട്ട് ട്രെയിനിങ് കൊടുക്കാൻ പോയി എന്നൊക്കെ നമ്മുടെ അബ്ദുറഹ്മാൻ മാഷാണ്. അദ്ദേഹത്തിൻ്റെ ആ ഒരു സേവനം നിമിത്തം ഈ സബ് ജില്ലയിലെന്നല്ല, ഈ മലപ്പുറം ജില്ലയിലെ ഒട്ടുമിക്ക സ്കൂളിലും അദ്ദേഹത്തിനെ ഉപയോഗപ്പെടുത്തിയിട്ട് സ്കൗട്ട് ഗൈഡ് പ്രസ്ഥാനം വളർത്തിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പല മേഖലയിലുള്ള കഴിവും ബഹുമതിച്ചിട്ട് അദ്ദേഹത്തിന് ദേശീയ അധ്യാപക അവാർഡ് വരെ നേടാനും കഴിഞ്ഞിട്ടുണ്ട്. അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ട്. പിന്നെ ഇതേ ഈ രംഗത്ത് തന്നെയാണ് അബ്ദുൽ ബാരി മാഷ്, അതുപോലെ പിന്നെ നമ്മുടെ മാഷ്, അതുപോലെ KP മുഹമ്മദ് മാഷ്, അങ്ങനെ ഒട്ടേറെ സീനിയർ അധ്യാപകർ ഇപ്പൊ ഇത് കൈകാര്യം ചെയ്യുന്നത്. പിന്നെ പ്രധാനമായിട്ടും യൂസഫ് മാഷ് എന്നറിയും, പെരിന്തൽമണ്ണ ഭാഗത്ത് നിന്ന് വരുന്ന റഫീഖ് മാഷ്, ഇപ്പൊ നിലവിലെ എത്ര സ്കൂൾ പിന്നെ മജീദ് മാഷ്. പിന്നെ ഈ ഇതില് ഹിമാലയൻ വുഡ് ബാഡ്ജ് എന്ന് പറഞ്ഞ ഒരു പദവിയുണ്ട്, സ്കൗട്ട് ആൻഡ് ഗൈഡിൽ പ്രവർത്തിക്കുന്നവർക്ക് കൊടുക്കുന്ന ഒരു ബഹുമതി. അത് കിട്ടിയ ആളാണ് മജീദ് മാഷ്. മജീദ് മാഷ് എവിടെയുള്ള? മജീദ് മാഷ് നമ്മളെ താഴെക്കൂടുള്ള മദാരി മജീദ് മാഷാണ്. അല്ല, കേക്കേക്കര മജീദ് മാഷ്. ഓക്കെ. പിന്നെ യൂസഫ് മാഷ് ഇപ്പോൾ അതിൻ്റെ സബ് ജില്ലയുടെ സെക്രട്ടറിയാണ്. അത് നമ്മുടെ സ്കൂളിലെ അധ്യാപകനാണ്. അതേപോലെ തന്നെ നിഖില, സാനിയ, മോസിന, സിജി, ജംഷിയ, ഹരീമ, ഫസ്ന എന്നൊക്കെ പറഞ്ഞ ഒട്ടേറെ ടീച്ചർമാർ ഗൈഡായിട്ട് സ്കൗട്ട് ആൻഡ് ഗൈഡിന്റെ ഭാഗത്ത് നിന്ന് അവരുണ്ട്. ഇപ്പം വളരെ സജീവമായിട്ട് പോകുന്ന ഒന്നാണ് സ്കൗട്ട് ആൻഡ് ഗൈഡ്. ഇത് കൂടാതെ പിന്നെ ഗുസ്തി എന്ന് പറയുന്നത് നമ്മുടെ സ്കൂളിൽ കുറച്ച് നല്ല ബഹുമതി നേടിയിട്ടുള്ളതാണ് ഗുസ്തി. അജിത് മാഷ കാലത്ത് തുടങ്ങിയതാണ്. പിന്നെ ജൂഡോ, തൈക്കോണ്ട, അതേപോലെ റെസ്ലിങ്, ലിറ്റിൽ കൈറ്റ്, പിന്നെ ഇതൊക്കെ നല്ല രീതിയിൽ പോകുന്നുണ്ട്. പിന്നെ ഫുട്ബോൾ അക്കാഡമി എടുത്തു പറയണ്ട, ഫുട്ബോൾ അക്കാഡമി നമ്മുടെ സ്കൂൾ കോച്ചിങ് ക്ലാസ് ഫുട്ബോളിന്റെ
കുട്ടികൾക്ക് പ്രത്യേകമായിട്ട് കോച്ചിങ് കൊടുക്കുന്നുണ്ട്. അപ്പോൾ അതിന് നേതൃത്വം കൊടുക്കുന്ന ആളുകളിൽ ഒന്ന് രാധാകൃഷ്ണ മാഷും ഒന്ന് സബീർ അലി മാഷാണ്. കരിങ്ങെടുത്താണല്ലേ ഷബീർ അലി? അല്ല, വേറെ പൂത്താണി ഭാഗത്ത് നിന്ന് വരുന്ന സബീർ അലി. പൂത്താണി നമ്മളെ CH ആയിരിക്കും. പിന്നെ അബൂബക്കർ മാഷ് സബീർ അലി എന്ന മൂപ്പര. ഷമീറിന്റെ പിന്നെ രാധാകൃഷ്ണ മാഷ് എന്ന ആള് പിന്നെ സന്തോഷ് ട്രോഫിയുടെ ഒക്കെ പിന്നെ ഇതിനൊക്കെ റഫറിയൊക്കെ ആയിട്ട് പോയ ആളാണ്. വേൾഡ് വളരെ തെളിയിച്ച ആളാണ്. അതേപോലെ ക്രിക്കറ്റ് മേഖല ക്രിക്കറ്റ് പിന്നെ അനൂപ് മാഷ് അനൂപ് മാഷാണ്. ഞങ്ങള് തുല്യതയിലുണ്ടാകുന്ന മാഷാണ് ഞങ്ങൾക്ക് ക്ലാസ് എടുത്തിരുന്നത്. അങ്ങനെ അതുപോലെ വിവിധ ക്ലബ്ബുകൾ അത് നമ്മുടെ സ്കൂളുണ്ട്. അത് പിന്നെ സബ്ജക്റ്റുമായിട്ട് ബേസിലുള്ള ക്ലബ്ബുകളുണ്ട്. മറ്റുള്ള പലതരത്തിലുള്ള ക്ലബ്ബുകൾ സ്കൂളിൽ സജീവമായിട്ട് നടക്കുന്നുണ്ട്. നമ്മളെ സ്കൂളിലെ അഡ്മിഷനുമായി ബന്ധപ്പെട്ടൊക്കെ സ്പോർട്സ് രംഗത്ത് നമ്മളെ ആ സ്കൂളിന്റെ അപേക്ഷയുമായി ബന്ധപ്പെട്ട അതിൽ സ്പോർട്സിനൊരു പേജൊക്കെ കൊടുത്തിട്ട് എന്തെങ്കിലും ഒരു പഞ്ചായത്തിൽ നിന്നൊക്കെ സർട്ടിഫിക്കറ്റ് ഒക്കെ വാങ്ങാറുണ്ടല്ലോ. നമ്മള് പിന്നെ +1 അപേക്ഷ സ്പോർട്സ് കോട്ട അത് പിന്നെ പങ്കെടുത്തിട്ട് സബ് ജില്ലാ തലത്തിലൊക്കെ സംസ്ഥാന തലത്തിലൊക്കെ പങ്കെടുക്കുന്ന ആളുകൾക്ക് മാർക്കുണ്ട്. ആ മാർക്കാണ്. എത്ര ടൈം ഏകദേശം? 45. അപ്പൊ ഏകദേശം ഒരു 10 മിനിറ്റ് കൂടി നമുക്ക് പിന്നെ ഇന്നത്തെ പിന്നെ നമ്മളെ ചർച്ചയില് മാഷിക്ക് വേറൊന്നും പറയാനുള്ളത്, പിന്നെ നമ്മളാരും അറിയാത്തൊരു വിഷയം ഉണ്ടാവും. അഡൽട്ട് ടിങ്കറിങ് മനസ്സിലായില്ല. അഡൽട്ട് തിങ്കിങ് ലാബ് എന്ന് പറഞ്ഞ ഒരു സംഭവം ഉണ്ട്. അഡൽട്ട് തിങ്കിങ് ലാബ് അതെന്താണ് ഉദ്ദേശം? അത് കേന്ദ്ര ഗവൺമെന്റ് പുതിയതായിട്ട് തുടങ്ങിയൊരു പദ്ധതിയാണ്. അതിപ്പോൾ സയൻസ്, ഇംഗ്ലീഷ്, സയൻസ്, എഞ്ചിനീയറിങ്, മാത്സ്, ടെക്നോളജി ഒക്കെ ഉള്ള ബന്ധപ്പെട്ട വിഷയങ്ങളിലൊക്കെ പുതിയ ആശയങ്ങൾ ഉണ്ടെങ്കിൽ അത് അവതരിപ്പിക്കാൻ അതിൽ കഴിവുള്ള കുട്ടികൾക്കുള്ള ഒരു വേദിയാണ്. അതിപ്പോ ഇപ്പോൾ ഒരു 2 വർഷം ആയിട്ട്. 2 വർഷമായി. അഡൽട്ട് തിങ്കിങ് ലാബ് എന്ന് പറയുമ്പോൾ ഈ സബ്ജക്റ്റിൽ വേറെ സ്കൂളുണ്ടോ സംശയമാണ്. നല്ല ഇപ്പോൾ ഇന്ത്യയിൽ തന്നെ അത് വളരെ ഒരു 8000-ഓളം എൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ ടോട്ടല് ഉള്ളത് സ്കൂളുകൾ. അതിലൊന്ന് നമ്മുടെ സ്കൂളാണ്. 8000-1 സംശയമാണ്. കാര്യങ്ങൾ പറയുമ്പോ അങ്ങനെ തന്നെയല്ലേ. അതിൻ്റെ ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ കുട്ടികൾക്കൊക്കെ ഒരു ആശയമുണ്ട്. ഈ വിഷയങ്ങളൊക്കെ ഈ സയൻസുമായിട്ട് ബന്ധപ്പെട്ട് ശാസ്ത്രമായിട്ട് ബന്ധപ്പെട്ട് കുട്ടികൾക്കൊരു ആശയം ഉണ്ടെങ്കിൽ ആ ആശയത്തിന് അനുസരിച്ചുള്ള അവർക്കുള്ള ഉയർച്ച നൽകാൻ കഴിവ് ഒരു വേദി, അവരുടെ കഴിവുകൾ തെളിയിക്കാനുള്ള ഒരു വേദിയാണ്. അപ്പൊ അതിന് നല്ലൊരു ഇതുണ്ട്. അപ്പൊ അവർക്ക് ഈ റോബോട്ട് നിർമ്മാണം, അതുപോലെ 3D പ്രിന്റിങ് കാലത്തിനനുസരിച്ച് അതിനൊക്കെ ഉള്ളൊരു പിന്നെ പരിശീലനം ഇതിന് കിട്ടും. അത് ഹയർ സെക്കൻഡറിയിലോ അത് ഹൈസ്കൂളിലാണ്. അപ്പൊ മറ്റു പല സ്കൂളിലെ കുട്ടികൾക്ക് ഇത് ആകർഷിക്കാനുള്ള ഒരു ഘടകം കൂടിയാണ്. നമ്മളെ സ്കൂളിനെ ആകർഷിക്കുന്ന ഇതുപോലുള്ള സംഭവങ്ങള് സ്കൂളുണ്ടായതുകൊണ്ടാണ് എന്നുള്ളത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. പിന്നെ എന്തെങ്കിലും ഈ സ്കൂളുമായി ബന്ധപ്പെട്ട് ഇത് നമ്മളെ ചർച്ചയിലൂടെ സ്കൂളുമായി ബന്ധപ്പെട്ട് പറയുമ്പോൾ പിന്നെ നമ്മുടെ യൂണിറ്റിന്റെ വനിതാ വിങ്ങിന്റെ പ്രസിഡന്റ് സീനത്ത് പുത്തൂര് കഴിഞ്ഞ ടൈമിൽ ഗ്രാമപഞ്ചായത്തിന്റെ ജനപ്രതിനിധി ആയിരുന്നു. നീണ്ട 5 വർഷം അത് കൃത്യമായ ഒപ്പം നടന്നൊരു വ്യക്തി എന്നുള്ള എനിക്ക് ആ 5 വർഷം സ്കൂളുമായി ബന്ധപ്പെട്ട് ഗ്രാമസഭകൾ നടത്താനും മറ്റുള്ള കാര്യങ്ങൾക്കും എല്ലാവരും സ്കൂളിന്റെ പൂർണ്ണ പിന്തുണ ഒരു 5 വർഷം നമുക്ക് കിട്ടിയത് എടുത്തു പറയേണ്ട ഒരു വിഷയമാണ്. കാരണം അത് കഴിഞ്ഞ പ്രാവശ്യത്തെ ജനപ്രതിനിധി എന്നുള്ള നിലക്ക് നമുക്ക് എടുത്തു പറയേണ്ട. കാരണം നമ്മുടെ ഈ വ്യാപാര മേഖലയിൽ നമുക്ക് കിട്ടിയ ഇപ്പൊ നിലവിൽ നമ്മളെ ജനപ്രതിനിധി ബഹുമാന്യനായ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മൊയ്തു പിലാക്കൽ കൃത്യമായി തന്നെ പിന്നെ ഞങ്ങളെ വ്യാപാരിയുമായി ബന്ധപ്പെട്ട ലൈസൻസുമായി ബന്ധപ്പെട്ട എല്ലാ കാര്യങ്ങൾക്കും മുൻപന്തിയിൽ നിൽക്കുന്ന ജനപ്രതിനിധികളെ ഞങ്ങളെ യൂണിറ്റിന്റെ ജനപ്രതിനിധിയായി ഞങ്ങൾക്ക് ലഭിക്കുന്ന ആളുകൾക്ക് പ്രിയങ്കരൻ നാസർ മാസ്റ്റർ, അതുപോലെ തന്നെ റംല മുഹമ്മദ് കുട്ടി, സീനത്ത് പുത്തൂര്, ഇപ്പൊ അവസാനമായി നമുക്ക് ലഭിച്ചിട്ടുള്ള പിന്നെ ഗ്രാമപഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റ് മൊയ്തു പിലാക്കൽ. ഈ രംഗത്തൊക്കെ സ്കൂളിന്റെ സംഭാവന നമ്മളെ പൊതുരംഗത്ത് പിന്നെ അതുപോലെ തന്നെ എല്ലാ മേഖലയിലും ഗ്രാമപഞ്ചായത്തുമായി ബന്ധപ്പെട്ട് ഗ്രാമപഞ്ചായത്ത് എന്ത് പറയുന്ന കാര്യങ്ങൾക്കും അതിന് സ്ഥലം അനുവദിക്കുകയും അതിന് ക്ലാസ് റൂം തുറന്നിട്ട് പിന്നെ നമ്മളെ ഗ്രാമസഭയ്ക്ക് നടക്കുന്ന കാലം കൃത്യമായി സീനത്ത് പുത്തൂർ മെമ്പറാകുന്ന കാലം നമുക്ക് സ്കൂള് തുറക്കാനുള്ള താക്കോലിന്റെ ഭാഗത്തുണ്ടാവും. നിങ്ങൾ തുറന്ന് നിങ്ങൾ നടത്തിക്കൊള്ളി നിന്ന് മാനേജർ ബഹുമാനായ മോനും പിന്നെ മാനവൊക്കെ പറഞ്ഞതൊക്കെ എന്ന് നമ്മൾ ഓർക്കുകയാണ്. ആ ഒരു കാര്യങ്ങളിലൊക്കെ സ്കൂളിന്റെ പങ്കും അതിന്റെ പിന്തുണയും നമുക്ക് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. സ്കൂളുമായി ബന്ധപ്പെട്ട് സംസാരിക്കുമ്പോൾ എടുത്തു പറയേണ്ട വിഷയങ്ങളിൽപ്പെട്ട ഒരു പിന്നെ മേഖലയാണ് അത്. കൃത്യമായി തന്നെ നമ്മുടെ ഹൈസ്കൂളിൽ എന്തായാലും നമ്മൾ പറയുമ്പോൾ പ്രശസ്തി കൊണ്ട്
സ്കൂളിൽ അറിയപ്പെടുന്നത് മുൻ വിദ്യാഭ്യാസ മന്ത്രി നാളകത്ത് സൂഫി സാഹിബിന്റെ സ്കൂൾ എന്നുള്ള നിലക്ക് തന്നെ പുറം ഭാഗത്തൊക്കെ സൂഫി സാഹിബിന്റെ സ്കൂൾ എന്നുള്ള നിലക്ക് തന്നെയാണ് നമ്മുടെ ഹൈസ്കൂൾ അറിയപ്പെടുന്നത്. അതിന്റെ ഒരു പ്രാഗൽഭ്യം കൂടി നമ്മുടെ സ്കൂളിന് സ്വന്തമായിട്ടുണ്ട് എന്നുള്ളത് എടുത്തു പറയാതിരിക്കാൻ കഴിയില്ല എന്ന് കൂടി ഈ സമയത്ത് ഉണർത്തുക. മാഷ് എന്തെങ്കിലും ഇനി ഇതുമായി ബന്ധപ്പെട്ട് എനിക്ക് പറയാനുള്ളത് എന്താ വെച്ചാൽ, സ്കൂൾ നിലകൊള്ളുന്ന ആ വാർഡിലുള്ള നാളിതുവരെയുള്ള എല്ലാ ജനപ്രതിനിധികളും സ്കൂളിൻ്റെ ഏതൊരു ആവശ്യം എന്ന് പറഞ്ഞാലും അതിൽ ഇടപെടുകയും സ്കൂളിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഇതുവരെയും ചെയ്തു തന്നിട്ടുണ്ട്. ഇപ്പം നിലവിൽ ഒരു 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 ഘട്ടത്തിൽ സീനത്തായിരുന്നു മെമ്പർ, പിന്നീട് റംല, പിന്നെ അതിന് മുമ്പുള്ള ആളുകൾ നാസർ മാഷ്, ഇപ്പം നിലവിൽ മൊയ്തുപ്പു. ഇവരെല്ലാവരും സ്കൂളിൽ നിന്ന് എന്ത് വിഷയം പറഞ്ഞാലും അതിൽ സജീവമായി ഇടപെടും. പഞ്ചായത്തിൽ നിന്ന് ചെയ്തു തരേണ്ട കാര്യങ്ങളാണെങ്കിൽ പഞ്ചായത്തിൽ നിന്ന് ചെയ്തു തരേണ്ട കാര്യങ്ങൾ ചെയ്തു തരും. കൃത്യമായിട്ട് നല്ല ഇടപെടൽ നടത്തുന്നത് സ്കൂളിന് വളരെ ഗുണകരമായ രീതിയിൽ തന്നെ മുന്നോട്ട് പോകാൻ പറ്റും. ചില ഭാഗങ്ങളിലൊക്കെ അത് വിഷയമാണ്, എടുത്തു പറയേണ്ട വിഷയമാണ്. അത് നമ്മളെ ഈ പഞ്ചായത്തിനെ സംബന്ധിച്ച് ഇപ്പം സ്കൂൾ നിലകൊള്ളുന്ന ഈ വാർഡിലുള്ള മെമ്പർ ആരായാലും അവർ ഏത് വിഷയത്തിൽ ഇടപെടും. അത് പഞ്ചായത്തിൽ കിട്ടേണ്ട ന്യായമായിട്ട് കിട്ടേണ്ട കാര്യമാണെങ്കിൽ വാങ്ങി സ്കൂളിൽ എത്തിച്ചു തരുന്നുണ്ട്. തീർച്ചയായിട്ടും. അതുപോലെ പഞ്ചായത്തിൻ്റെ ഭരണസമിതികൾ ഏത് കാലഘട്ടങ്ങളിലും പഞ്ചായത്തിൻ്റെ ഭരണസമിതിയും പൂർണ്ണമായ സപ്പോർട്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. അതാണ് നമ്മുടെ സ്കൂളിൽ തന്നെ നല്ല രീതിയിൽ പോകുന്നതിൻ്റെ ഒരു പ്രധാന ഘടകം തന്നെ. തീർച്ചയായും. ഞാൻ പറഞ്ഞു താഴെക്കോടിന്റെ തിരക്കുറി എന്ന് പറഞ്ഞ തിരക്കുറി എന്ന് പറഞ്ഞാൽ മനസ്സിലായില്ലേ? മനസ്സിലായി. അത് PTM HSR. തീർച്ചയായും. അത് ഇത്രയും വർഷം വളരെ ഭംഗിയായി കൊണ്ടുവന്നു എന്നുള്ളതല്ല, കൊണ്ട് നടന്നു. അത് വളരെ ക്ലിയറായിട്ട് ഇന്ന് വരെ ഒരു വിവാദവും ഇല്ലാതെ ഇത് മുന്നോട്ട് പോകാൻ തീർച്ചയായും നേതൃത്വം നൽകിയ വ്യക്തികളെ എടുത്തു പറയേണ്ടതാണ്. എടുത്തു പറയേണ്ട വ്യക്തിത്വമാണ്. അത് സൂഫി സാഹിബാണ് നേതൃത്വം നൽകുന്ന. പുറത്ത് സൂഫി സാഹിബ് എന്നുള്ള നിലക്കാണെങ്കിൽ പോലും ഇവിടുത്തെ കൈകാര്യം നടത്തുന്ന ബഹുമാനായ മാനുവാക്ക, അതുപോലെ തന്നെ അബൂബക്കർ മാസ്റ്റർ അടക്കമുള്ള ആളുകളാണ് ഞാനും മാനുവാക്കില്ല. ഇപ്പോ അതിലിപ്പോ ഈ സൂഫിയാക്ക അംശവെക്കും ഇപ്പുവെക്കും പറയുന്ന ആളെ ഇപ്പോക്ക എന്ന് പറഞ്ഞാലേ അറിയുള്ളൂ. അംസോക്കാൻ സൂചിപ്പിച്ചപ്പോ പൂമ്പാറ്റ അംസോക്കാൻ പറഞ്ഞാൽ തന്നെ ഇപ്പോ അജി എന്ന് പറഞ്ഞാലാണ് മെയ്തുപോക്കാൻ അറിയുള്ളൂ. എല്ലാവരും ഒരേപോലെ ഇടപെട്ട് കാര്യങ്ങൾ മുന്നിൽ തന്നെ. നമ്മുടെ സ്കൂളിൽ ഇപ്പൊ ഏകദേശം പിന്നെ 9ഓളം ഹെഡ് മാസ്റ്റർമാർ ഇതിനോടൊക്കെ സ്കൂളിൽ വന്ന് റിട്ടയർഡായി പോയിട്ടുണ്ട്. അതിലൊരു 12ഓളം 90ഓളം ആളുകൾ സ്കൂളിൽ സർവീസിൽ നിന്ന് വിരമിച്ചവരുണ്ട്. പിന്നെ ഒരു 12ഓളം ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. അവർ സർവീസിലിരിക്കാൻ മരണപ്പെട്ടതിൻ്റെ ഓർമ്മ ശരിയാണെങ്കിൽ 2-3 ആളാണ്. ഒന്ന് നമ്മളെ ഹൈദരാലി മാഷ് പിരിയാൻ ഒരു 2 മാസം ഉള്ളപ്പോഴാണ് അദ്ദേഹം മരണപ്പെട്ടത്. ഒരു ആക്സിഡൻറ്റിൽ പെട്ട് മരിച്ചു. അതുപോലെ നമ്മളെ വെള്ളപ്പാറന്തൂരിന് ഫിലിപ്പ് മാഷ്, അദ്ദേഹം ഒരു അപകടത്തിലാണ് മരിച്ചത്. പിന്നെ ഈ അടുത്ത കാലത്ത് ഹിന്ദി പഠിപ്പിക്കുന്ന റൂമി ടീച്ചർ, വളരെ വേദനിപ്പിക്കുന്നൊരു മരണമായി. അകാല മരണം എന്ന് വേണമെങ്കിൽ പറയാം. വലിയ പ്രായമാവുന്നതിന് മുമ്പ് ആ ടീച്ചറും മരിച്ചു. അങ്ങനെ ഒരു 12ഓളം ആളുകൾ നമ്മുടെ സ്കൂളിൽ സർവീസിലുണ്ടായില്ല ചെയ്തിരുന്ന ആളുകൾ മരണപ്പെട്ടിട്ടുണ്ട്. നമ്മൾ താഴെക്കോടുമായി ബന്ധപ്പെട്ട് അല്ലെങ്കിൽ ഒന്ന് പറയണ MBBS ഡോക്ടർമാർ അടക്കമുള്ള വിദ്യാഭ്യാസ ഈ സ്കൂളിൽ നിന്ന് പഠിച്ച ആളുകൾ പൊന്നേന്റെ കാതറാക്കാന്റെ മകനെ ഒക്കെ നമ്മളെ സ്കൂളിൽ പഠിച്ച വിദ്യാർത്ഥിയായിരിക്കും. അത് എനിക്ക് കൃത്യമായിട്ട് ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോവാണ്. ഫിനിഷിംഗ് പോയിന്റിലേക്ക് പോയിട്ട് ഒരു ചോദ്യം കൂടി ഉള്ളൂ. അത് വിമർശനാത്മകമായ ചോദ്യമാണ്. ഇനി ഇന്ന് നമ്മളെ മഹനീയമായ താഴെക്കോടിന്റെ തിരുക്കുറിയാണ് നമ്മൾ കിട്ടിയ അതിന് ഇനിയും മുന്നോട്ട് പോകാൻ, അതായത് ഇതിന് മുകളിലേക്ക് കടക്കാൻ ബഹുമാനപ്പെട്ട അങ്ങക്ക് എന്തെങ്കിലും നിർദ്ദേശങ്ങളുണ്ടോ? എന്തെങ്കിലും അഭിപ്രായം? ഇപ്പോൾ സ്കൂള് 50ാം വാർഷികത്തിൽ കടന്നുപോകുന്നു. ഈ 50ാം വാർഷികത്തിൽ നമ്മൾ പിന്നെ ഉദ്ദേശിക്കുന്നത് സ്കൂള് ഇപ്പം ഉള്ളത് ഇപ്പം തന്നെ ഉള്ള ഈ നിലയിൽ നിന്ന് കുറച്ചും കൂടി മെച്ചപ്പെട്ട രീതിയിൽ പോകാനുള്ള ഒരു കർമ്മ പദ്ധതി ഞങ്ങൾ മിക്കവാറും തയ്യാറാക്കും. അതേ 50ാം വാർഷികത്തിൽ ഇപ്പോൾ സക്കീർ മാഷൊക്കെ നേതൃത്വത്തിലും ഇപ്പോൾ നിലവിലുള്ള വിജയൻ മാഷ്, അതുപോലെ അബ്ബാസ് മാഷ്, അതുപോലെ മാനേജ്മെൻറ്റ് പ്രതിനിധികൾ, നാട്ടിലെ പൗരപ്രമുഖന്മാർ, മുൻകാല അധ്യാപകർ, എല്ലാവരും ഉൾപ്പെടുത്തി എല്ലാ ആളുകളും ഉൾപ്പെടുത്തിയിട്ട് തന്നെ വിപുലമായൊരു കമ്മിറ്റിയൊക്കെ ഉണ്ടാക്കിയിട്ട്
നമ്മളെ സ്കൂളിൽ നിന്ന് ഇനി ഭാവിയിൽ ചെയ്യാൻ പറ്റുന്ന എന്തെങ്കിലും പ്രൊജക്റ്റുകൾ അവർക്ക് മുന്നോട്ട് വെക്കാൻ പറ്റുകയാണെങ്കിൽ അത് നമുക്ക് പ്രാവർത്തികമാക്കാൻ പറ്റിയതാണൊക്കെ നമ്മൾ നടപ്പിലാക്കാൻ ശ്രമിക്കുന്നുള്ളതാണ്. പിന്നെ നിലവിലുള്ള ഇപ്പോൾ ഈ പഠന നിലവാരം മെച്ചപ്പെടുത്താനുള്ള കാര്യങ്ങളൊക്കെ ഇപ്പോൾ തന്നെ സ്കൂളിൽ തന്നെ അവരതിനുള്ള ഓരോ പദ്ധതികൾ തയ്യാറാക്കി കൊണ്ടിരിക്കുന്നത്. ഇപ്പം നമ്മൾ 100% ഇത് താഴ്ന്നു പോകില്ലെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഈ ഒരു 100% നിലനിർത്താൻ എങ്ങനെ പറ്റും വെച്ചാൽ അതിനുള്ള പ്രവർത്തനം ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നുണ്ട്. അതുപോലെ ഭൗതിക സൗകര്യങ്ങൾ നോക്കുകയാണെങ്കിൽ ഇപ്പോൾ സമീപ സ്കൂൾ നമ്മൾ പൊങ്ങച്ചം പറയല്ല, സമീപ സ്കൂളുകൾ വെച്ച് നോക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഭൗതിക സൗകര്യമുള്ള ഒരു സ്കൂൾ നമ്മുടെ സ്കൂൾ തന്നെയാണ്. തീർച്ചയായും ഒന്നാമത് വന്നു പോകാൻ കഴിയുന്ന ഒരു മേഖല കോഴിക്കോട് പാലക്കാട് ഹൈവേ യാത്രാ സൗകര്യമുള്ള ബസ്സുകൾ ഗ്രൗണ്ടിന്റെ ഒരു കുറവുണ്ടായിരുന്നു, അത് വരാൻ പോവുകയാണ്. അങ്ങനെ പരിഹരിക്കാൻ പറ്റുന്ന വെള്ളത്തിന്റെ ഒരു പ്രശ്നം മുൻകാലങ്ങളിലൊക്കെ കുറച്ച് കുറവുണ്ടായിരുന്നു, ഇപ്പോൾ അതിപ്പോൾ പരിഹരിച്ചു. അപ്പോൾ ഇനി ഏതെങ്കിലും കുറവുണ്ട് എന്ന് ജനങ്ങൾ സൂചിപ്പിക്കുകയാണെങ്കിൽ അത് നമ്മൾ പരിഹരിക്കാൻ അതേപോലെ നമ്മളെ പിന്നെ അധ്യാപകരും എല്ലാവരും കൂടി ചേർന്ന് അത് ചെയ്യാൻ തയ്യാറ് തന്നെയാണ്. അതിനൊരു ഷെയ്ക്കാൻഡ് കൊടുക്കാം. ഞങ്ങളെ നിർദ്ദേശത്തിന് ഏതായാലും ഇന്നത്തെ വീഡിയോയിൽ വളരെ കൃത്യമായി തന്നെ ഞങ്ങളെ ഒരു 10 മിനിറ്റ് എന്ന് പ്രതീക്ഷിച്ചിട്ടാണ് അദ്ദേഹത്തെ വിളിച്ചത്. പക്ഷേ വളരെ വിശാലമായി സ്കൂളിന്റെ കാര്യങ്ങൾ എടുത്തു പറഞ്ഞു. അതുപോലെ തന്നെ എടുത്തു പറയേണ്ട വ്യക്തിത്വങ്ങൾ അന്നത്തെ രാഷ്ട്രീയ സ്കൂളുമായി ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളിൽ മന്ത്രിസ്ഥാനങ്ങൾ ചാക്കീരി അബൂബക്കറിന്റെ കാലത്താണ് സ്കൂൾ അനുവദിച്ചത്. അതുപോലെ സ്കൂൾ ഉദ്ഘാടനത്തിൽ കൃത്യമായി പങ്കുവഹിച്ച ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ബഹുമാന്യ CH മുഹമ്മദ് കോയ സാഹിബിനെയൊക്കെ ഇവിടെ പരാമർശിച്ചു. അദ്ദേഹം സ്ത്രീ വിദ്യാഭ്യാസത്തിലൂടെ അവർക്ക് നൽകേണ്ട മറ്റേ സ്കോളർഷിപ്പിന്റെ കാര്യത്തിലൊക്കെ ഇടപെട്ടതും മറ്റുള്ളതൊക്കെ ഇവിടെ കൃത്യമായി തന്നെ സൂചന അദ്ദേഹത്തിന്റെ കാര്യങ്ങളും അതുപോലെ തന്നെ ബഹുമാന്യനായ മുൻ വിദ്യാഭ്യാസ മന്ത്രി നാളത്തെ സൂഫി സാഹിബിന്റെ ഒരു പ്രവർത്തന മേഖല കൂടി ആണ് ഈ സ്കൂളിന്റെ ഒരു കേന്ദ്രം എന്നുള്ളത് കൂടി നമുക്ക് എടുത്തു പറയേണ്ട കാര്യങ്ങളാണ്. അതോടൊപ്പം തന്നെ കൃത്യമായി തന്നെ രാഷ്ട്രീയം മറന്ന് എല്ലാം മറന്ന് സൗഹാർദ്ദവും സമാധാന അന്തരീക്ഷവും ഉൾക്കൊണ്ടുകൊണ്ട് മുന്നോട്ട് പോകുന്ന ഒരു വിദ്യാലയം എന്നുള്ള നിലക്ക് ഇവിടെ താഴേക്കോടിന്റെ അഭിമാന സ്തംഭമായി നിലനിൽക്കുന്ന ഈ ഒരു താഴേക്കോട് ഏതൊരു മേഖലയാണെങ്കിലും ഏതൊരു നാടാണെങ്കിലും ആ നാടിന്റെ പുരോഗതി വിദ്യാഭ്യാസ രംഗത്തിലൂടെയാണ് ആ നാട് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. താഴേക്കോട് എവിടെ ചെന്നാലും നമ്മൾ താഴേക്കോട്ടുകാർ എന്ന് പറയുമ്പോൾ PTM ഹൈസ്കൂൾ, താഴേക്കോട് ടൗൺ ജുമാ മസ്ജിദ്, താഴേക്കോട് മക്കം, അങ്ങനെ കുറച്ച് മേഖലകൾ അറിയപ്പെടുന്ന ഒരു മേഖലയിൽപ്പെട്ട ഒരു അഭിമാന സ്തംഭമായി ഇന്നും താഴേക്കോട് ഹൈസ്കൂള് തല ഉയർത്തി നിൽക്കുന്നു. ഉദിക്കാച്ചിയ പൊന്നു പോലെ ഉയർത്തെഴുന്നേറ്റ് നിന്നുകൊണ്ട് ഇനിയും ഒരുപാട് കാലം ഇനിയും ഒരുപാട് തലമുറകൾക്ക് ഒരു ഭാഗ്യമായി നിലനിൽക്കട്ടെ എന്ന് കൂടി സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഇന്നത്തെ ഒരു ദിവസം ഞങ്ങൾക്ക് വേണ്ടി സമയം അനുവദിച്ച പ്രിയങ്കരനായ രാഷ്ട്രീയ സാമൂഹ്യ രംഗത്ത് പ്രത്യേകിച്ച് വീഡിയോ ഫോട്ടോ രംഗത്തൊന്നും കൂടുതൽ പ്രത്യക്ഷപ്പെടാത്ത ഒരു അബൂബക്കർ മാസ്റ്റർ ഞങ്ങളുടെ ഒരു ആവശ്യം അംഗീകരിച്ച് ഞങ്ങളുടെ ഒരു ഉദ്യമം കൃത്യമായി ചരിത്ര പുസ്തകം എന്നുള്ളത് ഉദ്യമം അദ്ദേഹത്തിന് കൃത്യമായി ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ ഇന്നത്തെ സമയം ഞങ്ങൾക്ക് അനുവദിച്ചു എന്ന് തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. ഏതായാലും ഈ ഇത്രയും സമയം ഇവിടെ ചെലവഴിച്ച് ഞങ്ങൾക്ക് കാര്യങ്ങൾ പറഞ്ഞു തന്ന് വരും തലമുറകൾക്ക് കരുത്തേകുന്ന ഒരു സംഭാഷണം അദ്ദേഹത്തിന്റെ ഭാഗത്തുനിന്നുണ്ടായിരുന്നു. എല്ലാവിധ നന്ദിയും കടപ്പാട് യൂണിറ്റിന്റെ പ്രസിഡന്റ് എന്നുള്ള നിലക്ക് ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് എന്തെങ്കിലും സെക്രട്ടറി എന്തെങ്കിലും സൂചിപ്പിക്കേണ്ടതുണ്ടോ? സൂചിപ്പിക്കാനൊന്നുമില്ല. ഇതൊരു മഹാസംഭവമാണ്. കാരണം കാര്യങ്ങളായി വളരെ വ്യക്തമായി പറയാം എന്ന് മാത്രമല്ല വളരെ കൃത്യമായിട്ട് അക്കമിട്ട് നിരത്തി കൃത്യമായിട്ടും കാര്യങ്ങൾ പറയാം. അത് 1 മുതൽ 0 വരെ എന്ന് നമ്മൾ പറയാം. അപ്പൊ അങ്ങനെ പറയുന്നതല്ലേ ഇതിന്റെ നമ്മളെ ഉദ്ദേശ ലക്ഷ്യം അതല്ലേ. അതിന് സഹകരിച്ച് അബൂബക്കർ മാഷ്ക്ക് ഒരിക്കൽ കൂടി ഒരു കൈ നന്ദിയോട്. ഇന്നത്തെ മാഷ് എന്തെങ്കിലും ഇന്നത്തെ ഇപ്പൊ 4 പതിറ്റാണ്ടിന്റെ ചരിത്രം, താഴേക്കോട് ചരിത്രം എന്ന് പറയുമ്പോൾ ആ ചരിത്രത്തിൽ നിന്ന് വിട്ടു നിൽക്കാൻ പറ്റാത്ത ഒന്നല്ല താഴേക്കോട് സ്കൂൾ എന്ന് പറയുന്നത്. അതായത് അപ്പോൾ ആ സ്കൂളുമായി ബന്ധപ്പെട്ടുള്ള ഒരു ചർച്ച വേണം എന്ന് പറഞ്ഞപ്പോൾ എന്നെ ക്ഷണിച്ചത് വളരെ സന്തോഷമുണ്ട്. പിന്നെ ഞാനീ പറഞ്ഞത് ഡാറ്റകൾ പറഞ്ഞിട്ട് ചിലപ്പോൾ കുറവുകളൊക്കെ ഉണ്ടാകും, സ്വാഭാവികമാണ്. എൻ്റെ ഓർമ്മയിൽ വെച്ചുള്ള കാര്യങ്ങളാണ് പറഞ്ഞിട്ടുള്ളത്. അങ്ങനെ വല്ല കുറവുകൾ അതൊക്കെ സ്വാഭാവികമാണ്. കാരണം ചർച്ചകൾ
പരിശോധിക്കേണ്ട സ്വാഭാവികം. ഏതായാലും ഇന്നത്തെ ചർച്ചയുടെ ഒരു പ്ലസ് പോയിന്റ് എന്നുള്ളത് സന്തോഷത്തോടെയാണ് ഇന്നത്തെ ചർച്ച പര്യവസായിക്കുന്നത് എന്നാണ് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നത്. തീർച്ചയായും. അപ്പൊ ഇന്നത്തെ നമ്മളെ ചർച്ച വളരെ സന്തോഷത്തോടു കൂടെ തന്നെ അദ്ദേഹത്തിന്റെ ആ ഒരു വളരെ സന്തോഷത്തോടു കൂടെയാണ് ഇന്നത്തെ ചർച്ച പര്യവസാനിക്കുന്നത്. ചർച്ചയിൽ പങ്കെടുത്ത പ്രിയങ്കരനായ പിന്നെ ഞങ്ങളുടെ യൂണിറ്റ് മെമ്പർ കൂടിയായ റഷീദ് പാക്കത്ത്, അതുപോലെ തന്നെ യൂണിറ്റിന്റെ ജനറൽ സെക്രട്ടറി മമ്മൂട്ടി കാരാട്ടി അടക്കമുള്ള യൂണിറ്റ് കമ്മിറ്റിയുടെ പ്രിയങ്കരായ എല്ലാവരെയും ഹൃദയംഗമായി നന്ദിയും കടപ്പാടും, അതോടൊപ്പം തന്നെ ഇന്നത്തെ വിശിഷ്ട വ്യക്തിത്വം പ്രിയങ്കരനായ സ്കൂളിന്റെ PTM പിന്നെ ഹൈസ്കൂൾ ഹയർ സെക്കൻഡറി സ്കൂളിന്റെ മാനേജിംഗ് പാർട്ണർ പ്രിയങ്കരനായ നാലകത്ത് അബൂബക്കർ മാസ്റ്റർ അടക്കമുള്ള എല്ലാവരെയും യൂണിറ്റ് കമ്മിറ്റിക്ക് വേണ്ടി ഹൃദയംഗമായ നന്ദിയും കടപ്പാടും അറിയിച്ചുകൊണ്ട് നിർത്തുന്നു. നന്ദി, നമസ്കാരം.